ജഡത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങളെ സൃഷ്ടിക്കപ്പെടാൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ എടുക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കണം. പക്ഷെ ഇങ്ങനെ അത്രമാത്രം ഒരമ്മ ഒരു വ്യക്തിക്ക് ഉള്ളതുപോലെ തന്നെ രണ്ടാമത്തെ അമ്മയാണ് ഭൂമി. അപ്പൊ ഈ ഭൂമി ദേവി നമുക്ക് പ്രസവിച്ചു തരുന്ന കായ്കനികളാണ് നമ്മൾ കഴിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ കൃഷിയും ഈ ഭൂമിയും ഒക്കെ ആയിട്ട് നമ്മുടെ ബന്ധമുണ്ട്, നമ്മുടെ സ്നേഹം എന്താണെന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര രസമാണ്. ഞാൻ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കാം. അപ്പം ചോദ്യം ചോദിക്കുന്നത് പൊതുവെ ഇഷ്ടമല്ല ആളുകൾക്ക്, കാരണം അത് ഉത്തരം അറിയത്തില്ല, ആരെയും കിടന്ന് വിമർശപ്പെടും. പക്ഷെ എങ്കിൽ പോലും ഞാൻ ചോദിക്കാൻ നിർബന്ധനാണ്. ഞാനിവിടെ കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇതെങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള ഇപ്പോൾ ഒരു സിനിമാ ഘടനയെ സംബന്ധിച്ച് ചോദിച്ചാൽ അറിയാം, രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അറിയാം. പക്ഷെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ മണ്ണും നമ്മുടെ കൃഷിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് നമ്മളങ്ങനെ ആരും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ 300 വർഷം മുതൽ 500 വർഷം 3000 വർഷം വരെ എൻ്റെ പഠന ഗവേഷണം പോയിട്ടുണ്ട്. 3000 വർഷം വരെ ട്രഡീഷണൽ നോളജ് ഫോർ ഫുഡ് സെക്യൂരിറ്റി, നാട്ടറിവിലൂടെ ഭക്ഷ്യസുരക്ഷ. അതായത് വാമൊഴിയാലും വരമൊഴിയാലും തലമുറകൾ കൈമാറിയതും എന്നാൽ രേഖപ്പെടുത്താത്തതും അക്കാദമിക്കലായിട്ട് ഉള്ളതല്ലാത്തതുമായ കൃഷിയുടെ നാട്ടറിവുകളാണ് എൻ്റെ ഗവേഷണ പ്രബന്ധം. അങ്ങനെ ഹിന്ദു പുരാണത്തിലെ സിബി ചക്രവർത്തിയെ പോലെ സ്വന്തം ശരീരത്തിൽ നിന്ന് പച്ചയായ ഒരു മാംസകഷ്ണം മുറിച്ചെടുത്ത് സത്യത്തിന് വേണ്ടി നിലവുള്ള സിബി ചക്രവർത്തിയെ പോലെ എൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ച് ഞാനൊരു പ്രോജക്റ്റ് രൂപപ്പെടുത്തി. അതാണ് സഞ്ചരിക്കുന്ന വിത്തുപുര. അപ്പോൾ അത് മാതൃ കിഴങ്ങ്, വെൺകിഴങ്ങ്, കുത്തുകിഴങ്ങ്, ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, നാക്കിറക്കി കിഴങ്ങ് തുടങ്ങി 50ഓളം തരം കിഴങ്ങ് വർഗ്ഗങ്ങൾ. പണ്ട് നമ്മുടെ തലമുറയിൽ രോഗം വന്നാൽ മരുന്ന് കൊടുക്കുകയല്ല. നിങ്ങളൊന്ന് വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യണം. വിശകലനം ചെയ്താൽ മനസ്സിലാകും, ഒരു പഞ്ചായത്ത് വാർഡിൽ ഒരു മെഡിക്കൽ കോളേജ് വെച്ചാൽ തീരാത്ത തരത്തിലുള്ള അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിലേക്കാണ്. രവീന്ദ്രനല്ലേ പേരെങ്ങനെ? രവീന്ദ്രൻ ചേട്ടനെ പോലെയുള്ള ആളുകൾ ഇവിടെ വന്ന് ഇത്രയും ആളുകളുണ്ട്. എൻ്റെ മനസ്സിനെ സ്പാർക്ക് ചെയ്ത രവീന്ദ്രൻ ചേട്ടനെയാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗോമൂത്രവും ചാണകവും എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ രവീന്ദ്രൻ ചേട്ടനെയാണ് ഇത്രയും ആളുകൾ എന്നെ സ്പാർക്ക് ചെയ്തത്. ആ മനുഷ്യൻ ശാന്തിഗ്രാമമാകാൻ ചിലപ്പോൾ അതിന് ഇൻസ്പിറേഷൻ കൊടുത്തത് വേറെ ചിലപ്പോൾ വായനയിൽ നിന്നായിരിക്കാം, സ്വന്തം ജീവിതാനുഭവമായിരിക്കാം. കോട്ടയത്തോ കോഴിക്കോടോ ഒരു സഹോദരൻ, ഒരു ആർത്തി ക്രിസ്ത്യനായ ഒരു മനുഷ്യൻ, സ്വന്തം സഹോദരൻ ക്യാൻസർ വന്ന് മരിച്ചപ്പോൾ അദ്ദേഹം നാടൻ പശുവിൻ്റെ പ്രചാരകരായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് 50ഓളം നാടൻ പശുക്കളുണ്ട്. എന്തിനാണ് 400ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ ഈ പങ്കയാക്ഷൻ്റെ ശാന്തിഗ്രാമിൽ വന്ന് കുടിയേറി ഇങ്ങനെ താമസിക്കുന്നത്? എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കൃഷി വിജ്ഞാന കേന്ദ്ര എല്ലാ ജില്ലയിലും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് KVK എന്ന് പറയും. ഇടുക്കി ജില്ലയുടെ KVK എവിടെ ഇരിക്കുന്നത് അറിയോ? ഇവിടെ തിരുവനന്തപുരത്തെ KVK എവിടെയെന്നറിയോ? ഇവിടെ അറിയോ മോള്? അവിടെ അറിയോ? ഇവിടെ അറിയോ? അവിടെ അറിയോ? വെള്ളനാട്. വെരി ഗുഡ്. വെള്ളനാട് മിത്ര നികേതനാണ് കൃഷി വിജ്ഞാന കേന്ദ്രം ഇരിക്കുന്നത്. എല്ലാ ജില്ലയിലും കേന്ദ്ര ഗവൺമെന്റ് ICCRയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്ര 14 ജില്ലയിലുണ്ട്. അതിൽ 1ാം സ്ഥാനത്തുള്ള വെള്ളനാട്. ആ വെള്ളനാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ എനിക്ക് വിസിറ്റിംഗ് പ്രൊഫസറുടെ റാങ്കുണ്ട്. പടത്തതമ്പുര ദൈവം. അക്കാദമിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും താഴെയുള്ള ഇവിടെ നിന്ന് ഇപ്പോൾ പരിചയപ്പെടുത്തിയ സുജയെ പോലെ എന്നെ പോലെയുള്ള ആളെ അവരുപയോഗിക്കപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ട് ഞാൻ 5 ഫ്ലൈറ്റ് കയറി ആമസോൺ ഉൾവനത്തിൽ പോകാൻ ഭാഗ്യം കിട്ടി. കേരളത്തിൽ മലയാള ഭാഷ സംസാരിക്കുന്ന ഒരാൾക്കും കിട്ടാത്തൊരു ഭാഗ്യം. ആ ഭാഗ്യം ഞാനിപ്പം കേരളത്തിലുടനീളം വൈൽഡ് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു കൃഷി സമ്പ്രദായം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ പേര് മറന്നുപോയി. സ്വന്തം സഹോദരൻ ഗൾഫിൽ നിന്ന് വന്ന കുറച്ച് കൃഷിസ്ഥലമുണ്ട്, അവിടെ കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞാൻ 10ഓളം വീടുകളിൽ പോയി, വിത്തും വളവും ഞങ്ങൾക്ക് തരുമോ? ഞങ്ങളും വരാം, സഹകരിക്കാമെന്ന് പറഞ്ഞു. രാവിലെ ചെന്ന് വിളിച്ചിട്ട് ആളിങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ പറയുന്നത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഏറ്റവും ആദ്യം 2ാമത്തെ ചോദ്യം തേനും വയമ്പും അരച്ചു കൊടുക്കും. ആ തേനും വയമ്പും അരച്ചു കൊടുത്ത തല നരച്ച ആളുകൾക്ക് അത് കിട്ടിക്കാണും. അത് കഴിഞ്ഞിട്ടാണ് പൊക്കിൾക്കൊടി മുറിച്ച് മാറ്റുന്നത്. അല്ലെ, പൊക്കിൾക്കൊടി മുറിച്ച് മാറ്റി കഴിഞ്ഞ് ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്തിനാ സാറേ അത്? അറിയില്ല. ഇമ്മ്യൂണിറ്റി കൂടാൻ. വെരി ഗുഡ്. ഇമ്മ്യൂണിറ്റി കൂടാൻ 100 മാർക്ക്. അപ്പം 100 മാർക്ക്. അതായത് തേനും വയമ്പും അരച്ചു കൊടുത്ത ഒരു മനുഷ്യൻ, ഒരു പ്രജ ഭൂമിയിലേക്ക് വന്നാൽ ആയുർവേദ ഡോക്ടറാകട്ടോ, അദ്ദേഹം മാത്രം നല്ല കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. ചിലർ പറഞ്ഞു അത് സൗണ്ട് നന്നാകാൻ വേണ്ടിയിട്ടാണ്. ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധം ശേഷിക്കുക. ഞാൻ ഹൃദയവേദനയോടെ ചോദിക്കട്ടെ, എൻ്റെ ക്ലാസ്സിൽ 5ഓ 10ഓ ആളുകളുണ്ട്. എനിക്ക് യാതൊരു നിരാശയില്ല.
പക്ഷേ എബ്രഹാം ലിങ്കൺ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, മദർ തെരേസ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, നെപ്പോളിയൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ഭഗത് സിംഗ് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരാളെ കൊണ്ട് ചരിത്രം കീഴ്മേൽ മറിക്കാൻ കഴിഞ്ഞു. ഇത് ഈ ശാന്തിഗ്രാമം എന്ന് പറയുന്നത് ഒരു നോൺ ഗവൺമെന്റ് ഒരു സന്നദ്ധ സംഘം NGO ആണ്. ആ NGO ലാഭത്തിന് വേണ്ടി തിരുക്കൊച്ചി ധർമ്മസ്ഥാപനത്തിന്റെ ആക്ട് അനുസരിച്ച് 1937 കണ്ടുള്ള ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ആ ചാരിറ്റബിൾ സൊസൈറ്റി സൂര്യന് താഴെയുള്ള എല്ലാ തരം പ്രോജക്റ്റുകളും ഏറ്റെടുത്ത് നടത്തപ്പെടുന്നുണ്ട്. വോളണ്ടറി വർക്കാണ് ചെയ്യുന്നത്, പ്രതിഫലം പെയ്ഡ് സ്റ്റാഫ് അല്ല, വോളണ്ടറി വർക്കാണ് ചെയ്യുന്നത്, ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ഒരു പുതിയ സാമൂഹിക ക്രമത്തിന് വേണ്ടി. അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരിക. അതായത് ഞാൻ ഇടുക്കിയിലുള്ള ആളാണ്, ഞാനത് പറഞ്ഞു, ഇടുക്കി കഞ്ഞിക്കുഴി. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുത്തെ ഞാൻ ഏത് ഒരു പറമ്പിലോട്ട് എന്താണ് അവിടെ പുതുമയുള്ളത്, എന്താണ് അവിടുത്തെ കൃഷി? ഇവിടെ ഏറ്റവും സുന്ദരമായിട്ട് നന്നായിട്ട് പിടിക്കും, ഇവിടെ നന്നായിട്ട് മുരിഞ്ഞു പിടിക്കും, ഇവിടെ നന്നായിട്ട് വാഴ പിടിക്കും, ഇവിടെ നന്നായിട്ട് തെങ്ങ് പിടിക്കും. എൻ്റെ ഒരു ചോദ്യം, ഒരു സങ്കരയിനം വാഴയുടെ പേര് പറഞ്ഞേ. ഇവിടെ റോബസ്റ്റ, വെരി ഗുഡ്. അപ്പം ഏറ്റവും പ്രായമുള്ള ആയുസ് കൂടുതലുള്ള ചെടിയുടെ പേര് പറഞ്ഞേ. ഏറ്റവും കൂടുതലാ ഇവിടെ 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 ആലല്ല, തേയിലയാണ്. തേയിലയ്ക്ക് 400 വർഷമാണ് ആയുസ് പറയുന്നത്, തേയില. അടുത്തത്, ഓരോ പ്രദേശവും ഓരോ ഓരോ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ മറയൂര് എന്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്? മറയൂർ ശർക്കര, അത് ഭൗമശാസ്ത്ര പദവിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. മറയൂർ ചന്ദനമുണ്ട്. അപ്പം നമ്മുടെ ഈ തൊട്ടടുത്ത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കരിയംകുളം പഞ്ചായത്ത്, ഇവിടെ ഈ ശാന്തിഗ്രാമില് ഇവിടെ തൊട്ടടുത്ത് വളരെ ഫേമസ് ആയ ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ഏതാണ് സ്ഥലം? ഇവിടെ വളരെ തൊട്ടടുത്ത് വെരി ഗുഡ്, ബാലരാമപുരം കൈത്തറിയിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പൊ ഞാനിത് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം ഈ ശാന്തിഗ്രാമം എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു സൂത്രമാണ്. പക്ഷെ ചെറിയൊരു സൂത്രമല്ല. ഈ ശാന്തിഗ്രാമം NGO കൺസെപ്റ്റിലാണ്, സന്നദ്ധ സംഘടനാ പ്രവർത്തനത്തിൽ ഇന്ന് കേരളത്തിലല്ല, തിരുവനന്തപുരം ജില്ലയിലല്ല, ഇന്ത്യയിലല്ല, ഓൾ ഓവർ ദി വേൾഡില്ല. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? കാരണം ഒരു പുതിയ സങ്കല്പ സമൂഹത്തിന് വേണ്ടി, ഒരു ആസ്പെക്ട് സൊസൈറ്റിക്ക് വേണ്ടി ഈ സൂര്യന് താഴെയുള്ള എല്ലാ പ്രോജക്റ്റുകളും ലാഭനഷ്ട സ്റ്റേറ്റ്മെന്റ് നോക്കാതെ സ്വയം സമർപ്പിച്ച് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് 71 വയസ്സുണ്ട്. ജനുവരി 14 മകരവിളക്കിന് എൻ്റെ പിറന്നാളാന്ന് ഞാൻ പറഞ്ഞു. ഒരു ദിവസം വാർത്ത കേൾക്കാനും പത്രം വായിക്കാനും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ വെട്ടി ഡോക്യുമെന്റ് ചെയ്യാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ പഞ്ചഗവി ചികിത്സ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, ഒരു കാര്യം 10ൽ കൂടുതൽ ഡോക്ടർമാരില്ല അതിനകത്ത് ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ. ആ പഞ്ചഗവി ചികിത്സയുടെ ക്ലാസ്സാണ് വെച്ചത്. അദ്ദേഹം ഡോക്ടറോട് വന്ന് ഇപ്പം വിശ്രമിച്ചല്ല. ഞാൻ പറയാൻ തുടങ്ങിയത്, എൻ്റെ ഇത്രയും നാളത്തെ വായനയിലും രോഗപരിചയത്തിലും പഞ്ചഗവ്യ ചികിത്സയുള്ള കേരളത്തിൽ ഒരു സ്ഥാപനത്തിൽ ഇവിടെ ഒരു സഹോദരി വന്നു, ഞാൻ പരിചയപ്പെട്ടു. ആ സഹോദരിക്ക് KC പോലുള്ള റിട്ടയർഡ് ഓഫീസറാണ്. പുള്ളിക്കാരത്തിൽ മുട്ടുവേദനയുണ്ട്. ആ മുട്ടുവേദനയാണ് ഞാനും അതിനോട് ചികിത്സയാണ്, പങ്കേക്ഷതാറും അതിന് ചികിത്സയാണ്. ഈ സൂര്യന് താഴെയുള്ള ഒരു പ്രജയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ തരം രോഗങ്ങൾക്കും പഞ്ചഗവ്യ സിദ്ധ ചികിത്സയുണ്ട്. ആ ചികിത്സയ്ക്ക് ഓരോ മാസത്തിലും ഇവിടെ ഒരു ക്യാമ്പുണ്ട്. ഞാനിത് എന്തിനാ പറയുന്നത്? രണ്ടാമത്, കേന്ദ്ര ഗവൺമെന്റ് ആൾട്ടർനേറ്റീവ് ലൈഫ് സ്റ്റൈലൊക്കെ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വളരെ അടുത്ത നാളിൽ കേന്ദ്ര ഗവൺമെന്റ് മില്ലറ്റ് വർഷമായിട്ട് ആചരിച്ചു. എന്താണ് മില്ലറ്റ്? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞ് അവൻ 6 മാസം, ആണോ പെണ്ണോ ആയിക്കോട്ടെ, അവൻ അമ്മയുടെ ഇങ്കുകൊണ്ട് മാത്രം നിൽക്കില്ല, അവൻ ചവിട്ടി കീറാൻ തുടങ്ങും, കരയാൻ തുടങ്ങും, ഉറങ്ങുകയല്ല. അപ്പൊ അവിടെ നമ്മൾ റാഹിയുടെ പൗഡറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ ഒരു പ്രജയുടെ തീരുന്ന ആ കാലഘട്ടം വരെയും ഈ ഭൂമി ദേവി പ്രസവിച്ചു തരുന്ന കായികനികൾ. അപ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം, കാമുകന്മാർ തമ്മിലുള്ള ബന്ധം, അധ്യാപകരും ശിഷ്യരുമായിട്ടുള്ളൊരു ബന്ധം, അപ്പോൾ ഒരു വികാരി അച്ഛനും പള്ളിയിലെ ആളുകളുമായിട്ടുള്ള ബന്ധം, ഇതേ രീതിയിൽ ബന്ധങ്ങളുടെ പല റേഞ്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാനൊന്ന് സത്യസന്ധമായി ചോദിക്കട്ടെ, ഈ ഭൂമിയെ 350 വർഷം മുതൽ 500 വർഷം കൊണ്ട് 1 ഇഞ്ച് ഭൂമി മുകളിലേക്ക് വളരുന്നുണ്ട് എന്നുള്ള സത്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ജീവനുള്ള ഭൂമി, ശ്വസിക്കുന്ന ഭൂമി, വളരുന്ന ഭൂമി. ആ വളരുന്ന ഭൂമിയെ നമ്മൾ എങ്ങനെയാ കാണുന്നത്?
നമ്മളതിനെ താലോലിക്കുന്നുണ്ടോ? അതിനെ പരിചരിക്കുന്നുണ്ടോ? അതിൻ്റെ അന്തസ്സത്തയെ, അതിൻ്റെ വെർജിനിറ്റിയെ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? അവിടെയാണ് ആരോഗ്യമുള്ള ഒരു സമൂഹവും സൃഷ്ടിക്കപ്പെടുന്നത്. ആരോഗ്യമുള്ള അവിടെയാണ് ജൈവ കൃഷിക്ക്, അവിടെയാണ് പ്രകൃതി കൃഷിക്ക്, അവിടെയാണ് ഞാൻ വിദേശത്ത് പോയി പഠിച്ച വൈൽഡ് ഫാമിങ്ങിന്റെ പ്രസക്തി. അതായത് നമ്മൾ എന്ത് കഴിക്കുന്നോ അതാ നമ്മൾ, എന്ത് കഴിക്കുന്നോ അതാ നമ്മൾ എന്ത് കഴിക്കുന്നത്. നമ്മൾ സ്ഥിരമായി ബോയിലർ ചിക്കനാണ് കഴിക്കുന്നതെങ്കിൽ ആ ബോയിലർ ചിക്കൻ്റെതായ വൈകൃതങ്ങളും ഗുണവും ദോഷവും. ഇപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഈ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ 8 ദിവസം 15 ദിവസത്തിനുള്ളിൽ കിട്ടിയ ഒരു ഞെട്ടിക്കുന്നൊരു വാർത്തയുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഭാര്യയോ ഭർത്താക്കന്മാരോ പ്രായപൂർത്തിയായിട്ടുള്ള. ഇവിടെ 7 വയസ്സായപ്പോൾ കുട്ടികൾ വയസ്സറിയിച്ചു എന്നുള്ള വലിയ സത്യം. ഒരു 13 വയസ്സിലോ 12 വയസ്സിലോ ഒക്കെ നടക്കേണ്ട ഒരു പ്രത്യേകത 7 വയസ്സിൽ. അത് അവരുടെ ജീവിതക്രമവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ്. എൻ്റെ വിഷയം കൃഷിയാണ്. ആ കൃഷി എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യം എന്ന് പറയുന്നത് കൃഷിയാണ്. നമ്മൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കൃഷിയാണ്. സാധാരണ മനുഷ്യൻ, തിരിച്ചറിവുള്ള മനുഷ്യൻ കടുംകൃഷി ചെയ്യുന്നു. ചൈനയിൽ കടുംകൃഷി ചെയ്യുന്നുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ വിളവുണ്ടാക്കുന്നു. ചുരുങ്ങിയ സമയത്തിൽ ഇപ്പൊ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ കൃത്യസമയത്തിനുള്ളിൽ പൈസ അടിച്ചാൽ, മുച്ചീട്ട് കളിച്ചാൽ, പകിട കളിച്ചാൽ, ഗുലാം പരിശ് വെട്ടിയാൽ, ഇതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് വലിയ പോക്കറ്റ് പൈസ കിട്ടും. അപ്പോൾ 21 ദിവസം കൊണ്ട് ഒരു കോഴിയെ അടവെച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ വിട്ടിരുന്നെങ്കിൽ ഇന്ന് 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് 1.5 വർഷം കൊണ്ട് 1.5 കിലോ ആകുന്ന കോഴിയെ 45 ദിവസം കൊണ്ട് നമ്മൾ ആക്കിയെടുത്തിട്ട് നമ്മൾ കണക്കില്ലാതെ വെട്ടി വിഴുങ്ങുന്നു. അങ്ങനെ കണക്കില്ലാതെ വെട്ടി വിഴുങ്ങുമ്പോഴാണ് ഓരോ പഞ്ചായത്ത് വാർഡിലും ഓരോ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയ തീരാത്ത തരത്തിൽ. അപ്പോൾ മനുഷ്യൻ ഈ പണം ഉണ്ടാക്കാനുള്ള തൃഷ്ണയും ആ പണം ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾ അച്ചീവ് ചെയ്യുകയും ഈ കിട്ടുന്ന കാശ് മുഴുവനും വൻകിട കോർപ്പറേറ്റ് കച്ചവട ആശുപത്രികൾക്ക് അവരുടെ പോക്കറ്റിലേക്ക് പോവുകയും അവസാനം നമ്മൾ ഒന്നുമില്ലാതായി ആ വന്ന രീതി ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് തിരിച്ചു വരും. ഇതൊരു വലിയ ഒരു സർക്കിളാണ്. ആ സർക്കിളിനെ സംബന്ധിച്ച് തിരിച്ചറിവ് ഉണ്ടായിട്ടാണ് ഒരു ഗാന്ധിയൻ കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയം സമ്പൂർണ്ണ ഗ്രാമം, ആരോഗ്യമുള്ള ഒരു സമൂഹം, അവിടെ മില്ലറ്റ് ഭക്ഷണം, അവിടെ ജൈവ കൃഷി, പ്രകൃതി കൃഷി, ഒരു പടിയും കൂടി കടന്ന സീറോ ബഡ്ജറ്റ് കൃഷിയും കഴിഞ്ഞ് നമ്മൾ വൈൽഡ് ഫാമിങ് ഇവിടെ ശുപാർശ ചെയ്യുന്നു. ഞാൻ ഈ ക്ലാസ് എന്ന് പറയുന്നത് എന്തിനാണിത് കുറച്ച് ചോദ്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നിങ്ങളുടെ എന്താണ്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നില്ല. കേരളത്തിൽ സർക്കാർ ഈ അടുത്ത നാളിൽ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി കർഷകർക്ക് വേണ്ടിയിട്ടാണ്. ഓരോ ജില്ലയ്ക്ക് ഓരോ തരം വ്യവസായങ്ങൾ. പത്തനംതിട്ട ജില്ലയ്ക്ക് ഏത് വ്യവസായം കൊടുത്തിരിക്കുന്നത് അറിയത്തില്ല. അവിടെ 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 പത്തനംതിട്ട ജില്ലയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ ഏറെ സമ്മർദ്ദം ചെലുത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പ്രബന്ധം ലഭിച്ചിട്ട് ഈ ജില്ലയിലെ 60 പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് വലിയ സിമ്പോസിയം നടത്തിയിട്ട് ഞങ്ങൾക്ക് തന്നില്ല. ചക്കയുടെ യൂണിറ്റ് ഈ 14 ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചക്ക ഉണ്ടാകുന്നത് ഇടുക്കി ജില്ലയിലാണ്. അതിന് കണക്കുണ്ട്. പക്ഷേ ആ ചക്ക ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് തന്നില്ല. മറിച്ച് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി കൊടുത്തു. ഓരോ ജില്ലയ്ക്കും ഓരോ വ്യവസായം കൊടുത്തു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പത്രം വായിക്കുന്നുണ്ടോ, കൃഷിയെ സംബന്ധിച്ച് ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചുമ്മാ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കർഷകൻ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു കർഷകൻ എത്ര സമയത്താണ് എഴുന്നേക്കേണ്ടത് അറിയത്തില്ല. 5 മണി 4 മണി. ഒരു കർഷകന് എഴുന്നേക്കേണ്ട സമയം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. പേനയും പേപ്പറും ഉള്ളവർക്ക് അത് എഴുതിയെടുക്കാം, ഇല്ലെങ്കിൽ അത് മനസ്സിൽ കുറിച്ച് വെക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ എന്താണ് ഈ ബ്രഹ്മമുഹൂർത്തത്തിന്റെ പ്രത്യേകത? ബ്രഹ്മമുഹൂർത്തത്തിന് ഓരോ യാമങ്ങളെ തിരിക്കപ്പെട്ടിട്ടുണ്ട്, ഓരോ യാമങ്ങളായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിന് ഈ പോസിറ്റീവ് എനർജിയും ആയോധന കല, നീന്തല്, കുതിരസവാരി ഇതെല്ലാം കഴിഞ്ഞു വന്നിട്ട് സൂര്യ നമസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ടാണ്. അപ്പോൾ 3-24 മണിക്കൂർ എന്ന തലത്തിൽ ഒരു ദിവസത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ പൂർവികര് 16 മണിക്കൂർ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വ്യക്തിപരമായ വികാസത്തിനും വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്നു 3-24. പക്ഷെ ഇന്ന് നമ്മുടെ പുതുതലമുറ, എനിക്കൊക്കെ ഏറെ സങ്കടമുണ്ട്, ഏറെ വിഷമമുണ്ട്. ഞാൻ എൻ്റെ മരുമകൾക്ക്
അവള് BSc നേഴ്സിംഗ് ട്യൂട്ടറാണ്. സ്വന്തം വീട്ടിലെ കുറ്റം പറയാനല്ല ക്ലാസ്, ഒരു സത്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാ. കാവ്യ മാധവൻ പഠിച്ച സ്കൂളിലാണ് എൻ്റെ മരുമകൾ പഠിച്ചത്. അവള് സുന്ദരിയാണ്, അവള് നല്ല വിദ്യാഭ്യാസം ഇച്ചിരി കൂടുതലാ. അവള് BSc നേഴ്സിംഗ് ട്യൂട്ടറാ. കോഴിക്കോട് നിംസിൽ അവൾ പഠിച്ചിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. മൈസൂർ ഒരു കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ ഇന്ന് വരെ ജോലിക്ക് പോകുന്നില്ല, അല്പം തലക്കനം കൂടുതല. അതൊന്നുമല്ല വിഷയം. ഞാൻ വീടിൻ്റെ അടുക്കളയിലെ മുകളിൽ ഒരു ബർത്തുണ്ട്, ബർത്തിന് മുകളിൽ ഞാൻ മുതിര മേടിച്ചുകൊണ്ടി കൊടുത്തു. ആ മുതിര 3 മാസം അവിടെ ഇരുന്നിട്ട് ആ മുതിര എനിക്ക് വേവിച്ചു തന്നില്ല. ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എനിക്ക് സ്വന്തമായി ഞാൻ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നു. എന്ത് കഴിക്കണമെന്ന് നമ്മളാ തീരുമാനിക്കുന്നത്, എന്ത് കഴിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് നമ്മളാ. അടുത്ത ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ പോയി. ഒരു സുഹൃത്തിനെ കാണാൻ പോയ സുഹൃത്തിനെ കണ്ടെത്തി മരുന്നടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മരുന്നടിച്ചുകൊണ്ടിരുന്ന സുഹൃത്തിനെയാണ് കാണാൻ പോയത്. സുഹൃത്ത് വരമ്പേ നിന്നു. ആ വരമ്പേ നിന്ന് ആൾ ബോധം കിട്ടു, വീണു, ആശുപത്രി കൊണ്ടുപോയി. ഏതായാലും അദ്ദേഹത്തിന് 15 ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു. അപ്പം മരുന്നടിച്ച ആളിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അതേ സമയത്ത് കാണാൻ വന്ന സുഹൃത്ത് ഈ മരുന്നിൻ്റെ ഗ്യാസും പുകയും അടിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴിയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നു. ഇപ്പം ഇന്നാളെ വന്നിട്ട് 10-15 ദിവസം നിന്നു. ഇപ്പം വന്നിട്ട് ഒരു 10-12 ദിവസമായി. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പങ്കജകൃഷ്ണൻ സാർ പറഞ്ഞു ഒരു ദിവസം 10 വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് അവരുമായിട്ടൊരു സർവേ പോലെയൊക്കെ നടത്തി നമ്മുടെ ക്ലാസ്സിൻ്റെ സംഘടനയുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇത് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ആ 3 ദിവസം ഞാൻ ഇവിടുത്തെ പയ്യനുമായിട്ട് ബന്ധപ്പെട്ട് പറയുള്ളൂ. എനിക്ക് ഇവിടുത്തെ കൃഷിസ്ഥലവും സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ഇടുക്കിയിലെ ഇവിടെയായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമല്ല, കാതലായ വ്യത്യാസം. അത് എന്നെ കൂടുതൽ സ്പർശിച്ചു. അതാണ് നിങ്ങളോട് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ കുറേ സാധനങ്ങൾ ഇവിടെ ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട്, വളരെ കുഞ്ഞു സാധനങ്ങൾ. എന്താണ് എന്നെ സ്പർശിച്ച ഒരു കാര്യം? ഈ ഭക്ഷണം എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത് നമ്മളാണ് നമ്മൾ വരിക. ഇപ്പം പുള്ളിക്കാരത്തി എടുത്തടിച്ച് ചോദിക്കുന്നത്, അതായത് ഇത് പച്ചക്കറി മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന കരിയാപ്പല്ല, പിന്നെ എന്തിനാ കട്ടുറുമ്പൻ്റെ കടിയും കൊണ്ട് സ്വന്തം പറമ്പിൽ നിന്ന് പറിക്കാൻ പോകുന്നത്? എത്ര നല്ല ചോദ്യമാണ്, എത്ര നല്ല ഉത്തരവാണ്. പച്ചക്കറി മേടിക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന. എൻ്റെ ഒരു വിദേശത്തുള്ള ഒരു പള്ളിയിൽ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നു. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, സെബാസ്റ്റ്യൻ, നിങ്ങൾ 50 വർഷം ജീവിക്കാൻ മാത്രമുള്ള ഇലവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. 50 വർഷം ജീവിക്കാൻ മാത്രമുള്ള ഇലവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ എന്നെ ശ്രമിക്കുന്ന, പുതിയതായി കൃഷി ചെയ്യാൻ തുടങ്ങുന്ന ആള്, രവീന്ദ്രൻ ചേട്ടന്, എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾ, നിങ്ങൾ ഇന്നലകളിൽ എന്ത് ചെയ്തു എന്നുള്ളത് പ്രശ്നമല്ല. നാളുകളിൽ സ്വന്തം ആരോഗ്യം നോക്കിയും നമുക്ക് ആവശ്യമുള്ളതും മാത്രം കഴിക്കുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കണം. എങ്ങനെയും ജീവിക്കാം, ആരും നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യത്തൊന്നുമില്ല. പക്ഷേ ഫുൾ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മളുള്ളത്. ഫുൾ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ളത് ഇടാം. ഇപ്പം ബ്രാൻഡ് ഷോപ്പിൽ പോയി അത് മേടിക്കാം, നാടൻ മാറ്റി കിട്ടുമെങ്കിൽ അത് മേടിച്ച് കഴിക്കാം, തെങ്ങുകളിൽ കഴിക്കാം, അതും അല്ലെങ്കിൽ മറ്റേ സംസപ്പും സോഡയും അത് കഴിക്കാം. ഒന്നും അല്ലെങ്കിൽ മോരും വെള്ളം കുടിക്കാം, ഒന്നല്ല നാരങ്ങ വെള്ളം കുടിക്കാം. വീട്ടിലെ പച്ചവെള്ളം തന്നെ പങ്കജകൃഷ്ണൻ സാറ് ചെമ്പിൻ്റെ ഒരു ദണ്ട് എടുത്തിട്ടുള്ള അത് വാളംപുളി കൊണ്ട് ക്ലീൻ ചെയ്ത് ഒരു മൺപാത്രത്തിൽ വെള്ളം ശുദ്ധീകരിച്ച് ഇവിടെ കുടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പോകുന്നതിന് മുമ്പ് അത് കണ്ടിട്ട് ആളുകൾ പോകണം. അങ്ങനെ ശുദ്ധമായ പച്ചവെള്ളവും കുടിക്കാം. നമ്മളിത് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ എന്തിനാണ് എൻ്റെ ഈ സെക്ഷനിലുള്ള ഈ ക്ലാസ്? ഞാൻ 71 വയസ്സ് പ്രായമെന്ന് പറഞ്ഞു. എനിക്ക് 4 വയസ്സുള്ള ഓർമ്മയുണ്ട്. 4 വയസ്സുള്ളപ്പോൾ എൻ്റെ വീട്ടിൽ ചതുരപ്പയറുണ്ട്. അപ്പം ഞങ്ങൾ ഇടുക്കിയിൽ എന്താ ചെയ്യുന്നത്? എൻ്റെ പ്രോജക്റ്റ് സഞ്ചരിക്കുന്ന വിത്തുപുരയാണ്. അപ്പോഴെനിക്ക് ഒത്തിരിയേറെ തരം പഴയ കാലങ്ങളിലുള്ള കുറേ വിത്ത് സാധനങ്ങളുണ്ട്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം കിട്ടി. ഇവിടുത്തുകാർക്ക് പരിചയം എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് പുതിയതായി 71 വയസ്സ് ജീവിച്ചിട്ട് ഞാൻ ഇന്ന് വരെ അതിൻ്റെ രുചി അനുഭവിച്ചിട്ടില്ല. ഇവിടെ ആ സാധനം കൊണ്ടുവന്ന് മുക്കഴങ്ങ് രുചി, എനിക്ക് എൻ്റെ രുചി എന്താണെന്ന് അറിയത്തില്ല, മുക്കഴങ്ങ്. പക്ഷെ തിരുവനന്തപുരംകാർക്ക് അറിയാമായിരിക്കും, അവർ കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ കിഴങ്ങൻ്റെ ഒരു ഉസ്താദായിട്ട് പോലും എനിക്ക് എൻ്റെ രുചി അറിയത്തില്ല. ഏതായാലും ഞാനിവിടെ ഒരു കണ്ടു. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് അറിയുമോ? നമുക്കെല്ലാം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യുമ്പോൾ നമുക്കിതിനെല്ലാം കടുത്ത വില കൊടുക്കേണ്ടി വരും. ചെറിയ വിലയല്ല, കടുത്ത വില കൊടുക്കണം. നിങ്ങൾ എത്ര പേര് സ്ഥിരമായി വാർത്ത വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്ര പേര് സ്ഥിരമായി പത്രം വായിക്കുന്നുണ്ട്?
ഈ അടുത്ത ദിവസം ഷവർമ എന്ന് പറഞ്ഞ ഒരു സാധനം കഴിച്ചിട്ട് കേരളത്തിൽ ഒന്നിലധികം മരണങ്ങളുണ്ടായി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, പല ആവർത്തി പല ആളുകൾ മരിച്ചു. അപ്പം അത് ഫുഡ് ഫീറ്റ് എന്നൊരു വാക്കുണ്ടോ, ഗ്രീൻ ടച്ച് എന്നൊരു വാക്കുണ്ടോ? എന്താണ് ഫുഡ് ഫീറ്റ്? ഫുഡ് ഫീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ നമുക്ക് കൈയെത്തിപ്പിടിക്കാവുന്ന, നമ്മുടെ അകലത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. കേരളത്തിൽ മലയാളി കഴിക്കേണ്ടത് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇവിടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ തന്നെ അവർ ഉപയോഗിക്കുന്ന കടല എണ്ണയാണ്. ഇത് ബീഹാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കുന്ന കടുകെണ്ണയാണ്. ആന്ധ്രയിൽ തന്നെ അവർ ഉപയോഗിക്കുന്ന പാം ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നു. ഇവിടെ മഴക്കാലത്ത് സുലഭമായ ചക്ക കിട്ടും. ചക്കയ്ക്ക് എന്താ പ്രത്യേകത? ചക്കയ്ക്ക് എന്താ പ്രത്യേകത? അറിയത്തില്ല. ചക്കയ്ക്ക് എന്താ പ്രത്യേകത? ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യും. അമ്മച്ചി, ചക്കയ്ക്ക് എന്നാ പ്രത്യേകത? ഡോക്ടർ, ഏറ്റവും വലിയ പഴമാണ് ചക്കയ്ക്ക് ഉള്ള പ്രത്യേകത. ഡയബറ്റീസിന് ഇവിടെ 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 നാര് കൂടുതലുണ്ടാവും. ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നുള്ളതും നാര് കൂടുതലുണ്ടെന്നും ഏറ്റവും വലിയ പഴം എന്നുള്ളതും എല്ലാത്തിനും ഫുൾ മാർക്കാണ്. പക്ഷേ ചക്ക ഉണ്ടാകുന്ന 5-ാം മാസം അങ്ങോട്ട് ഇന്നലെ 6-ാം മാസം ഇങ്ങോട്ട് വരും. ചക്ക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പഴയാണ്. ഇതൊന്നും അല്ല എൻ്റെ ചോദ്യം. ചക്ക എന്ന് പറയുന്നതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ശരിക്കും മഴക്കാലത്താണ്. മഴക്കാലത്ത് തണുപ്പാണ്. ഈ ചക്ക കഴിച്ചാൽ ശരീരത്തിന് ചൂട് കിട്ടും. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന കണ്ടന്റ്. ഉറങ്ങാത്ത വൃക്ഷമാണ് പ്ലാവ് എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ ഒരു 5 വർഷം 10 വർഷം മുമ്പ് വരെ നമ്മുടെ പൂർവ്വികര് പ്ലാവ് കൃഷി ചെയ്യുന്ന വൈൽഡ് ഫാമിംഗ് സിസ്റ്റത്തിലാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അതിര് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻട്രൽ ട്രാവൻകൂറിലുള്ള ആളുകൾ 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 100 പ്ലാവ് തരും, അതിന് 4 ചുറ്റക്കൂടെ. പിന്നെ അല്ലെങ്കിൽ തേക്കും തൈ കൊണ്ടിരുന്നുണ്ട് 4. ആ കുരു കുഴിച്ചിടുന്ന അല്ലാതെ പിന്നെ അവർക്ക് യാതൊരു, പിന്നെ തലമുറകൾ 3ഓ 4ഓ തലമുറ അതിൻ്റെ ആദായം എടുത്ത് നിന്നാൽ മതി. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ എന്ത് കഴിക്കുന്നു അതാണ് നമ്മളെന്ന് പറഞ്ഞു. 2, നമ്മൾ തന്നെ കാശ് കൊടുത്ത് രോഗം മേടിച്ചു വെക്കണം എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മൾ കാശ് കൊടുത്ത് തന്നെ രോഗം മേടിച്ചു വെക്കണോ? ഈ കേരളത്തിൽ ഞാൻ ഗോവയിൽ പോയി ഡോക്യുമെന്റേഷൻ പഠിച്ചതാണ്. എൻ്റെ കയ്യിലൊരു, നിങ്ങൾ എപ്പോഴേലും വന്നാൽ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇത്രയും കെട്ടി ഞാൻ എൻ്റെ പത്രമാധ്യമങ്ങളിൽ നിന്ന് പേപ്പർ കട്ടിങ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടായ സംഭവമാണ് ഇതൊന്നും. എനിക്ക് ഓരോ വിഷയത്തിലും താല്പര്യമുള്ള സാധനം മാത്രം കഴിയും. കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഒരു സമ്പത്തുള്ളൊരു വീട്ടിലൊരു പെങ്കൊച്ച്, അവള് 7ാം ക്ലാസ് പഠിച്ചു, ഹൈസ്കൂൾ പഠിച്ചു, ഡിഗ്രി പഠിച്ചു, ജോലി കിട്ടി, കെട്ടിച്ചു വിട്ടു. ഇവക്ക് കൊച്ചുനാൾ മുതലേ ഏത്തപ്പഴം തിന്നാൻ ഭയങ്കര കൊതി. അവൾ വേറെ ഭക്ഷണങ്ങളൊന്നും തന്നെ കഴിക്കില്ല. ഏത്തപ്പഴത്തിനോട് പരിധി വിട്ട കൊതി. അവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ ഏത്തപ്പഴം കഴിച്ചുകൊണ്ടിരുന്നു. അത് ടീനേജിലായി, UPS ആയി, ഹൈസ്കൂളായി, ഡിഗ്രി ആയി, PG ആയി, ജോലിയായി, കെട്ടിച്ചു വിട്ടു, മക്കളുണ്ടായി. ഒരു സുപ്രഭാതത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തുടുതുടുത്ത് ഓമനത്വമുള്ള സ്വന്തം കൊച്ച് പെട്ടെന്നൊരു ദിവസം മരിച്ചുപോയി. അപ്പം വൈദ്യശാസ്ത്രത്തിന് വലിയ തലവേദന. ഒരു രോഗമില്ലാത്ത ഒരാളെങ്ങനെ കൊറ്റന്ന് മരിച്ചാൽ അപ്പം ഇവിടെ എന്തോ കാതലായ പ്രശ്നമുണ്ട്. ആ കൊച്ചിനെ വൈദ്യശാസ്ത്രം ആകമാനം പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം കണ്ടെത്തിയ ഒരു കാര്യം, ആ കൊച്ചിൻ്റെ ശരീരത്തിന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ഫോറേറ്റിൻ്റെ അംശം ഉണ്ടെന്നാണ്. ഈ ഏത്തവാഴ നാക്കടയ്ക്കാതിരിക്കാൻ കാപ്പിക്കൂരി പോലെയുള്ള ഒരു തരി രൂപത്തിലുള്ള മണലിൽ വിഷം വെച്ച് പിടിപ്പിക്കുന്ന സാധനങ്ങൾ ഫോറേറ്റ്. അത് 1 തരിയോ 2 തരിയോ ഇട്ടിട്ട് ആൾ മരിച്ചു പോകും. അത്രമാത്രം അന്തർവ്യാപന ശേഷിയുള്ള അതിമാരകമായ വിഷമാണ് ഈ വാഴയ്ക്ക് കുറുനാമ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഈ കുറുനാമ്പ് ഇട്ട് കൊടുക്കുന്ന ഈ ഫോറേറ്റ് വിഷം ഇപ്പോൾ സമീപ ഭാവിയിൽ സർക്കാർ നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഫോറേറ്റ് എന്നുള്ള പേരിലല്ല, മറ്റു പല പേരിലും നമ്മുടെ മാർക്കറ്റിൽ അത് സുലഭമാണ്. ഇവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ കടും കൃഷിയും പ്രകൃതി കൃഷിയും വൈൽഡ് ഫാമിങ്ങും നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട. അപ്പം നമുക്ക് മനുഷ്യനെ സംബന്ധിച്ച് ഇവന് എത്ര പണം കിട്ടിയാലും തികയില്ല. ആ പണം കിട്ടും വീണ്ടും 50 തലമുറ ജീവിക്കാനുള്ള സ്വത്ത് ഒരാൾ ആർജിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും അവന് ഏത് തരത്തിലും പണം ഉണ്ടാക്കാനുള്ള തൃഷ്ണയാണ്.
അത് മനുഷ്യന്റെ നേച്ചർ ഇങ്ങനെയാണ്. പക്ഷേ നമ്മുടെ സ്വന്തം ശരീരം, സ്വന്തം ആത്മാവ് നമ്മൾ തന്നെ വില കൊടുത്ത ഒരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടണോ? നമുക്ക് സാമാന്യമായി ജീവിച്ചു പോയാൽ മതി. ഇവിടെയാണ് പ്രസക്തി. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു. ആ സുഹൃത്ത് ഇപ്പം തിരിച്ചുപോയി. നല്ല പൊതുപ്രവർത്തകനാണ്. എനിക്ക് ഏറെ വേദനയുള്ളൊരു സംഭവം ഉണ്ടായി. ചെറുപ്പക്കാരനാണ്, പൊതുപ്രവർത്തകനാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്. ഭാര്യ BEd MA BEd കാരത്തെയാണ്. സാമ്പത്തികമില്ല, 10-20 സെന്റ് സ്ഥലമുള്ളൂ. ഇപ്പൊ അവൻ നാട്ടിൽ നിൽക്കത്തില്ല. അതിഭയങ്കരമായ മാനസിക സംഘർഷ. എന്നെ ഒന്ന് കൊന്നു തരുമോ ചോദിക്കുന്നത്. എന്നെ ഒന്ന് കൊന്നു തരുമോ? എന്താണ് പ്രശ്നം? പൊതുപ്രവർത്തനം തലയിലേറി ദീർഘനാൾ പല പദ്ധതികളും പ്രസ്ഥാനങ്ങളും ഗാന്ധിസവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നാട്ടിലും വീട്ടിലും ഒക്കെ ഈ മില്ലറ്റിൻ്റെ പ്രവർത്തനം, സാക്ഷരതാ പ്രവർത്തനം, സ്വദേശിയുടെ പ്രവർത്തനം എല്ലാം. കേരളത്തിൽ 5 പേരാണ് അങ്ങനെ സ്വരാജ് ഫെല്ലോ എന്നുള്ളവർ പറയുന്നത്. അങ്ങനെ ആ സ്വരാജ് ഫെല്ലോ ആയിട്ട് എന്നെപ്പോലെ പ്രവർത്തിച്ചിരുന്ന ആ കോഴിക്കോടുകാരൻ സ്വന്തം സ്ഥലം പട്ടയം വെച്ചിട്ട് വീടിൻ്റെ 2ാം നില പണിതു. നിങ്ങൾക്കറിയാം, വീടിന് പൈസ ഒത്തിരി മുടക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കടം മേടിച്ചില്ല, വീട്ടിൽ നിന്ന് ഒരു പൈസ റിട്ടേൺ കിട്ടിയാണ്. ഒരു നില വീട്ടിൽ സുഭിക്ഷമായിട്ട് അവർക്ക് ജീവിക്കാം. അവൻ ബാങ്കിൽ കൊണ്ട് പണയം വെച്ചിട്ട് 2ാം നില പണിതു. ഈ അടുത്ത ദിവസം ഈ പകുതി വില തട്ടിപ്പിനകത്തും അതിനകത്ത് അവൻ്റെ NGO അസോസിയേറ്റ് ചെയ്ത് കുറേ പൈസ അങ്ങനെയും പോയി. ഇപ്പം നാട്ടിലിറങ്ങി നടക്കത്തില്ല. അവനെ ആ നാട്ടിലാരും കൂലിപ്പണിക്ക് വിളിക്കത്തില്ല. അവനിപ്പോൾ ആത്മഹത്യ ചെയ്യല്ലാണ്ട് വേറെ നടക്കില്ല. അവൻ ആ ചെറിയ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നെങ്കിൽ യാതൊരു അപ്പം നമ്മളായിട്ട് തന്നെ ചില കുരിശുകൾ വലിച്ചു വെച്ചിട്ട് സമൂഹത്തിന്, രാഷ്ട്രീയത്തിന്, സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ കൃഷിയിലേക്ക് വരാം. അപ്പം നമ്മുടെ ആരോഗ്യവും കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധമുണ്ട്. നമ്മുടെ പൂർവികർ പലതരം കൃഷി ചെയ്തുകൊണ്ടിരുന്നു. അവിടെ സമ്മിശ്ര കൃഷിയാണ് ചെയ്തിരുന്നത്. അവിടെ നമ്മുടെ സായിപ്പ് വിദേശത്ത് നിന്ന് വന്നപ്പോഴോ തോട്ടവിള കൃഷിയാണ് പ്രോത്സാഹിപ്പിച്ചത്. 200 വർഷം പുറകില്ല കോരൂത്തോടുള്ള റബ്ബർ കൃഷി കൊണ്ടുവന്നപ്പോഴോ അത് പ്ലാന്റേഷനായിട്ട് വന്നു. A.V. തോമസ്, ഹാരിസന്റെ മലയാളം പ്ലാന്റേഷൻ, ഇവയൊക്കെ വൻകിട തോട്ടങ്ങളാണ്. അത് ഏകവള കൃഷികളാണ്. അപ്പം ഏകവള കൃഷിക്കുള്ള ദോഷം എന്ന് പറയുന്നത് ജൈവ കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. ആ ഒരു തരം സാധനം തന്നെ വരുമ്പം അവിടെ രോഗങ്ങൾ കൂടുതൽ വരും. ആ രോഗങ്ങൾക്ക് കൂടുതലായിട്ട് മരുന്നടിക്കണം. അപ്പം അത്തരം ഇപ്പം തേയിലയാണെങ്കിൽ ആ തേയില കൊതുക് അവിടെ ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പം അവിടെ ഫൈറ്റത്തോറ കൊമ്മിളൊരു പ്രശ്നമാണ്. അപ്പം ആ ഒരു ഇതിനുണ്ട്. അപ്പം അവിടെ വേറെ യാതൊരു കാര്യവും അവിടെ വരില്ല. ഇപ്പം എരുമേലി, മുണ്ടക്കയം, റാന്നിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ റബ്ബർ കൃഷി മാത്രമാണ്. അപ്പോൾ സ്ഥായിയായ ഒരു സംഭവം. റബ്ബറിന് ഇപ്പോൾ ഈ അടുത്ത ദിവസം 200-ന് മുകളിൽ വിലയായി. അപ്പം 60 രൂപ വില ഉണ്ടായിരുന്നത് ഇപ്പം ആ റബ്ബർ അവരുടെ ഭയങ്കരമല്ല. വീട്ടിൽ പട്ടിണി വരെ വരാൻ തുടങ്ങി. റബ്ബർ വെട്ടാൻ ആളില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ പൂർവികർ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതും അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടതുമായ സമ്മിശ്ര കൃഷിയാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ജൈവ കീടങ്ങളെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും ഏറ്റവും നല്ലത്. എന്താണ് ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ വിളിച്ചു കൂട്ടാനും ഇതിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ശാന്തിഗ്രാം എന്താണ് പ്രതീക്ഷിക്കുന്നത്? ശാന്തിഗ്രാം പ്രതീക്ഷിക്കുന്നത് അവനവന് ആവശ്യമുള്ള ഭക്ഷണ ആവശ്യത്തിനുള്ള കുറേ കൃഷികൾ. അത് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന ആളാണേലും 10 സെന്റ് താമസിക്കുന്ന ആളാണെങ്കിലും വീടും പരിസരവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന വീട് അവിടെ ഒരു 10-20 ചെടിച്ചട്ടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ബ്രഹ്മി അവരുണ്ടാക്കി വിൽക്കുന്ന ആളാണ്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന നാട്ടിൽ തടിയമ്പാടെന്ന് പറയും. ആ തടിയമ്പാട് ഞാനവിടെ പോസ്റ്റ്മാനായിട്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എല്ലാ വീടുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഒരു പൊതുപ്രവർത്തകർ എന്നുള്ളതിൽ, പോസ്റ്റ്മാൻ എന്നുള്ളതിൽ എല്ലാ ആളുകളുമായിട്ട് നല്ല അടുപ്പം ബന്ധമുണ്ട്. ഞാനിങ്ങനെ എനിക്ക് 1 കിലോ കരിയേപ്പിലയുടെ ആവശ്യം വന്നു. ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ വീട്ടിൽ തിരിച്ചു വന്നു. ഒരു 2.5 കിലോമീറ്റർ നടന്ന സർക്കിൾ. സ്വന്തം ആവശ്യത്തിനുള്ള കരിയേപ്പല പോലും ഉണ്ടാക്കാൻ നമ്മുടെ ആളുകൾ വൈമനസ്യം കാണിക്കും. എൻ്റെ മരുമകൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കും ചിലപ്പം ജനം ചിന്തിക്കുന്നത്. അപ്പോൾ കരിയേപ്പലക്കുള്ള പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ കളനാശിനി അതിനകത്തായിരിക്കും. ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന ഒരു സാധനം കരിയേപ്പല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്? കൃഷിയോട് ഞാൻ ഇടുക്കിയിലുള്ള ആളാന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചൊരു സംഭവം ഞാൻ ഇടയ്ക്കാൻ പറഞ്ഞു. എന്താണ് ആ വേദനിപ്പിച്ച സംഭവം? ആ വേദനിപ്പിച്ച സംഭവം, ഞാൻ മുഴുവൻ സമയം സഞ്ചരിക്കുന്ന ആളാണ്.
ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി മാത്രമേ എനിക്ക് പരിചയമില്ലാത്തുള്ളൂ. ബാക്കി എല്ലാ പഞ്ചായത്തിലും മുക്കിലും മൂലയിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം എനിക്ക്. കാരണം ഒരു ദിവസം തന്നെ മീറ്റിങ്ങും ക്ലാസ്സും സെമിനാറും പദയാത്രയായിട്ട് ഇങ്ങനെ ഫുൾ സമയം നടക്കുക. അപ്പം ഇവിടെ വന്നപ്പോൾ എന്നെ ശ്രദ്ധിക്കപ്പെട്ടത് ഇവിടെയുള്ള ആളുകൾ, നല്ലൊരു ശതമാനം ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഈ ചപ്പാത്തിൻ്റെ പരിസരത്ത്, ഈ പരിസരത്ത് ഇങ്ങനെയുള്ള ആളുകൾ 5 സെൻറ്റും വീടും ഉണ്ട്, അല്ലെ 15 സെൻറ്റും വീടും ഉണ്ട്. ചിലരത് മുള്ളും വീട് തിരിച്ചിട്ടുണ്ട്, ചിലർ സിമെന്റ് കൊണ്ടുണ്ട്. ആ വീടും മിറ്റവും പരിസരവും പോലും അവനവൻ ആവശ്യമുള്ള മുരിങ്ങ, ചാമ്പ, റംബുട്ടാന്, കുന്തം, കുടച്ചക്ര. അപ്പൊ സ്ഥലപരിമിതി എത്ര ഉണ്ടെങ്കിൽ പോലും സ്വന്തം ആവശ്യത്തിനുള്ള ഒരു കരിയാപ്പൽ പോലും വെച്ച് പിടിപ്പിക്കുക. അവർക്ക് എല്ലാവർക്കും ഞാൻ ശ്രദ്ധിച്ച വീടുകൾ വണ്ടിയുണ്ട്. അവര് ഒരു വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന ലാഘവത്തോടു കൂടി അവരുടെ ജീവിതത്തെ കാണുകയും ആ വണ്ടിയെ കയറി അവർ തൊഴിൽ മേഖലയിൽ പോയി വൈകിട്ട് ഇവിടെ വന്ന് കിടക്കുകയും ചെയ്യുന്നില്ല. അപ്പം ഞാൻ വളരെ ഹൃദയവേദനയോടുകൂടിയാണ് ഞാൻ പങ്കേട്ട സാറിനോട് 2 പ്രാവശ്യം ചോദിച്ചു, സാറേ ഞാനിവിടെ വന്ന് സ്ഥിരമായിട്ട് നിൽക്കുകയാണെങ്കിൽ കൃഷിക്ക് ഒരു 50 സെൻറ്റ് സ്ഥലം സംഘടിപ്പിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ പല കാര്യങ്ങൾക്കും പല വീടുകളിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് ഏറെ സങ്കടവും വിഷമവും തോന്നി. അവിടെ 15 വർഷവും 20 വർഷമായിട്ട് അവരുടെ ആ 15 സെൻറ്റ് സ്ഥലമുള്ള വീട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം കാവ് പിടിച്ച് തന്നെ കിടക്കുക. അപ്പോൾ അവർ പറയുന്നത് കൃഷിക്ക് ഒരാളെ വിളിച്ചാൽ 1200 രൂപ കൊടുക്കണം, അത് ഞങ്ങളുടെ കാശില്ല, ഞങ്ങൾക്ക് പണിയാൻ സമയമില്ല. അപ്പോൾ ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്, ശാന്തിഗ്രാമം ഉദ്ദേശിക്കുന്ന ഇവിടെ ഒരു ഗോശാലയുണ്ട്. അവിടെ 4 4 8 വലിയ ജീവികളും 8 ചെറിയ ജീവികളും, 8 4 12 എണ്ണം ഉണ്ട്. 4 4 8 4 12 എണ്ണം. അവിടെ ഇഷ്ടം പോലെ ജീവാമൃതവും പഞ്ചഗവ്യഹാര ജീവാമൃതവും അവിടെ ഈ സാധനങ്ങളുണ്ട്. ഈ സാധനം യഥേഷ്ടം ഇവിടെ നിന്ന് പങ്കുവെക്കുന്നതിന് ശാന്തിഗ്രാമന് മടിയില്ല. അപ്പം വളത്തിൻ്റെ പ്രശ്നമല്ല. സഞ്ചരിക്കുന്ന വിത്ത് വര എന്ന തരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിത്ത് തരുന്നതിന് എനിക്കും പ്രശ്നമില്ല. പിന്നെ പോയിട്ട് സ്ഥലം ഇങ്ങനെ പാഴായി കിടക്കുന്ന ഈ സ്ഥലത്ത് നമുക്ക്, ഞാൻ പങ്കയാട്ടൻ സാറിനോടും ഇവിടെയുള്ള മുഴുവൻ ഇതിൻ്റെ കമ്മിറ്റിക്കാരൻ 3 4 ഒരു നിർദ്ദേശം ഞാൻ മുമ്പിൽ ചോദിച്ചു. ഞാൻ ഈ അടുത്ത ദിവസം കടയ്ക്കലായി മാർക്കറ്റിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ കുറേ വിത്ത് ചോദിച്ചു, ചേന വിത്ത്. എനിക്ക് കൃഷി ഒരു പ്രാന്താന്ന് നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ഒരു 250 ചുവട് ചേന നടാനുള്ള സ്ഥലം ക്രമപ്പെടുത്തി തരും. അപ്പം ഒരാൾ പോലും എന്നോട് സപ്പോർട്ട് ചെയ്തില്ല. അവർ സപ്പോർട്ട് ചെയ്യുന്ന കാരണം എന്ന് പറയുന്നത്, ചേന നട്ടാൽ ആ ചേനയ്ക്ക് ഇവിടെ വിപണന മാർഗമില്ല. ഒരാൾ പറഞ്ഞത് 1 കൊല്ലം ചേന നട്ടു 30 രൂപ 40 രൂപ തോതി വിറ്റു. പിറ്റേ കൊല്ലം 45 രൂപ 50 രൂപ തോതി വിറ്റു. 3-ാമത്തെ കൊല്ലം ചേന ഉണ്ടാക്കി അവിടെ ചെന്നപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു, ചേനയ്ക്ക് മാർക്കറ്റില്ല, ചേന എടുക്കില്ല. ആ കർഷകൻ പിന്നെ ചേന നട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ചേന നട്ട് കഴിഞ്ഞാൽ, ചേന കൃഷിക്കുള്ള പ്രത്യേകത പൈൽസ് രോഗികൾക്ക് കഴിക്കാവുന്ന ഭക്ഷണമാണ്. ചേന കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 12 മാസം നമുക്കത് ഉപയോഗിക്കാം. അപ്പം വിത്തായിട്ട് കൊടുക്കാം, ചേനയായിട്ട് കൊടുക്കാം, ഇത് മണ്ണിനടിയിൽ സൂക്ഷിച്ച് വെക്കാം. ഈ സാധനത്തിന് കേടുണ്ടാകില്ല. അപ്പം ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക. പിന്നെ വേറെ ഏത് സാധനം നട്ടാലും ഒത്തിരി തരം കീടങ്ങൾ ഇതിനെ ആക്രമിക്കും. ഇപ്പം ഉദാഹരണത്തിന് ചേമ്പ്. ഞാൻ അവിടെ ചെമ്പ് ചേമ്പ് വില കുറച്ച് കിട്ടി. ഞാനൊരു 10-15 കിലോ ചേമ്പ് മേടിച്ചു. ഞങ്ങളുടെ നാട്ടിൽ 80 രൂപയ്ക്കാണ് ചേമ്പ്. ഇവിടെ ഞാൻ ചേമ്പ് ഡെമോ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം 4 പീസ്. എന്താണ് ചേമ്പിനകത്തുള്ള സാധനം? ചേമ്പിനകത്ത് എന്താണ് സാധനമുള്ളത്? ഇവിടെ ചേമ്പിനകത്ത് എന്ത് സാധനമുള്ളത്? മനുഷ്യ ശരീരം പലതരം സൂക്ഷ്മ മൂലകങ്ങളാൽ ആണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കും. ഇവിടെ വ്യാപകമായ തെങ്ങ് കൃഷിയുള്ള സ്ഥലമാണ്. തെങ്ങിന് മഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് ഇടും. തെങ്ങിന് മഞ്ഞളിപ്പ് വന്നാൽ മഗ്നീഷ്യം സൾഫേറ്റ് ഇടും, അല്ലെങ്കിൽ ബയോഗ്യാസിലെ സെറൈഡിടും. അത് നല്ല തഴച്ച് കൊഴുത്ത് നല്ല പച്ചപ്പിൽ നിൽക്കും. മനുഷ്യന് മഗ്നീഷ്യം കിട്ടുന്ന ഏത് ഭക്ഷണത്തിൽ നിന്നാണ്? അവിടെ ആർക്കും അറിയത്തില്ല. ഇത് പഠിക്കുവാൻ ആർക്കും താല്പര്യവുമില്ല. ഇവൻ കുഴഞ്ഞു വീണ് മരിച്ചു കഴിഞ്ഞാൽ അവന് 2000 രൂപ കൊടുത്ത് ഒരു ദിവസം ചികിത്സയ്ക്ക് 2000 രൂപ കൊടുക്കാനോ ടാക്സി വിളിച്ച് ഡോക്ടറെ എടുത്ത് പോകാനോ അവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത്. മഗ്നീഷ്യം കിട്ടുന്നത് കൊമ്പം മുളകിന്നാണ്. ഞാൻ പരിചയമുള്ള ഒരു വീട്ടിൽ ചെന്നു. കൊച്ചുങ്ങൾക്ക് പാമ്പർ മേടിക്കുന്ന ഒരു കവറിനകത്ത് ഒരു സഹോദരി, ആ വീട്ടിൽ 2 ആടുണ്ട്. അതാണ് അവിടുത്തെ അസറ്റ്, മൂലധനം.
ആ ആട്ടിൻ്റെ കാഷ്ടവും അതിൻ്റെ മൂത്രവും ഉപയോഗിച്ച് കൊച്ചിന് പാമ്പർ മേടിക്കുന്ന കുഞ്ഞ് കവറിനകത്ത് 2-3 കൊമ്പൻ ചീനി എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള പച്ചമുളക് കൃഷി ചെയ്തു. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 340 മുളക് കൊണ്ടത്തില്ല ഒരു കൊമ്പൻ ചീനിയിൽ. എനിക്കത് അത്രയും കൂടുതൽ ചരട് കൊമ്പനാണ്, അത്രയും കൂടുതൽ മുളക് കണ്ടോണ്ടാണ് ഞാനത് എണ്ണി നോക്കും. 340 മുളക് ഒരു ചീനിയിൽ. അപ്പോൾ ഞാൻ എന്തിനാ ഇതിങ്ങനെ പറയുന്നതെന്നറിയോ? ഏറ്റവും കൂടുതലുള്ളത് ചേമ്പിനകത്ത് അയണാണ്, അയൺ. അപ്പോൾ ഇഞ്ചി മാങ്ങ എന്ന് പറയും, മാങ്ങ ഇഞ്ചി എന്ന് പറയുന്ന സാധനം അറിയാം. എന്തിനാ ഇഞ്ചി മാങ്ങ കഴിക്കുന്നതെന്നറിയോ? അറിയില്ല. ഇഞ്ചി മാങ്ങയുടെ ഗുണം എന്നാണെന്നറിയോ? ഇഞ്ചി മാങ്ങയുടെ ഗുണം പറ. ഇവിടെ വിത്ത് ഞാൻ കൊണ്ടുതരാം, 100% ഉറപ്പ് ഞാൻ വിത്ത് കൊണ്ടുതരാം. ഇഞ്ചിയുടെ സെയിം സ്റ്റാറ്റസ് ആണ്. ആർക്കും അറിയത്തില്ല. ഹൃദ്രോഗത്തെ തടയാനാണ് ഇഞ്ചി മാങ്ങ കഴിക്കുന്നത്. മലേറിയൻ ചേമ്പ് കഴിക്കുന്നത് രക്തത്തിന്റെ കൗണ്ട് കൂട്ടാനാണ്. ഈ അടുത്ത നാളിൽ പത്രത്തിൽ കണ്ട സ്ഥിരമായ ഒരു വാർത്ത, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. വ്യാപകമാണ്, കുഴഞ്ഞു വീണ് മരിക്കുന്നു. സോഡിയത്തിന്റെ ഡെഫിഷ്യൻസിയാണ്. ഏത് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് സോഡിയം കിട്ടുന്നത്? സോഡിയം കിട്ടുന്നത് ഏത് ഭക്ഷണത്തിൽ നിന്നാണ്? ചാമ്പയ്ക്ക. സോഡിയം കിട്ടുന്നത് ചെറുകിഴങ്ങ് നനകിഴങ്ങിൽ നിന്നാണ്. നനകിഴങ്ങ് സോഡിയം കിട്ടുന്നത്. കുഴഞ്ഞു വീണ് മരിക്കുന്നു. അപ്പോൾ ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിനാണ് ശാന്തിഗ്രാം ഇങ്ങനെ ഒരു ഈ തരത്തിലൊരു പദ്ധതിയില്ല? ആളുകളിലേക്ക് ഇറങ്ങി വരാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും. ബോളിച്ചീര എന്ന് പറയുന്ന സാധനമുണ്ട്, ബോളിച്ചീര. അത് പണ്ട് നമ്മുടെ തലമുറയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 2 കൈയുടെ വലിപ്പമുണ്ട് ഒരു ഇലയ്ക്ക്, 2 കൈയുടെ ഇല ഒരിലയ്ക്ക് ബോളിച്ചീര. അത് കണ്ണിന്റെ കാഴ്ചയ്ക്ക് വർദ്ധിക്കും, മുടി വർദ്ധനയ്ക്കും, ഡ്രൈ സ്കിന്ന് മാറും, വെരിക്കോസിന് അത് ഗുണമാണ്. അത് ഏത്തവാഴക്കയുടെ ബോളി ഉണ്ടാക്കാൻ മാവ് കൂട്ടിയിട്ട് എണ്ണ തിളച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഈ ചീരയുടെ ഇല പറിച്ചിട്ട് ആ മാവിനകത്തേക്ക് മുക്കിയിട്ട് തിളച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബോളി ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ബോളിച്ചീര എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോളിച്ചീരയുടെ ബിസി ഞാൻ ഇവിടെ കൊണ്ടുതരാം. ഞാനിവിടെ കൊണ്ടുവന്നിട്ട് കിളുത്തു, അത് പന്നിയിൽ കുത്തിക്കൊണ്ടുപോയി. ഞാൻ നിങ്ങളെ ക്ലാസ് കഴിയുമ്പോൾ ഒരു തയ്യെങ്കിലും കാണിച്ചു തരാം. ഞാനിത് പറഞ്ഞു വരുന്നത്, എൻ്റെ നാട്ടിൽ ചക്ക സബാന എന്നറിയപ്പെടുന്നു. എൻ്റെ നാട്ടിൽ എന്നെ മരപ്രസരണം എന്ന് പറയുന്നത്. എൻ്റെ നാട്ടിൽ ഫാഷൻ ഫ്രൂട്ട് എന്ന് വിളിച്ച് അവഹേളിക്കുന്നു. ഇപ്പം ഇല മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഞാൻ എൻ്റെ പറമ്പിൽ കൃഷി ചെയ്യുന്ന ഇലകളെല്ലാം പറിച്ച് ചായക്കടകളിൽ കൊണ്ടു കൊടുക്കും, ഹോട്ടലുകളിൽ. എന്നോട് നിന്ന് ഉച്ചയ്ക്ക് ഇതൊരു ഇലക്കറി ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങൾ പൈസ തരണം, ഞാൻ ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറയും. അപ്പോൾ ഈ ഇല നമുക്ക് വ്യാപകമായി കൃഷി ചെയ്താൽ നമ്മുടെ ഭക്ഷണത്തിന് ഉള്ള ഒരു ഞാൻ 10 ലക്ഷം പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞു. ജീവനുള്ള അരി എന്ന് പറയുന്നത് പുഴുങ്ങി ഉണങ്ങാത്ത നെല്ല് വെയിലത്തിട്ട് ഉണങ്ങി തണുത്ത് കഴിയുമ്പോൾ അത് മില്ലിൽ കൊണ്ടി കുത്തുന്നതാണ് ജീവനുള്ള അരി. ആ ജീവനുള്ള അരി ഒരു പിടുത്തം അരി, ഇത്ര അരി മതി ഒരാൾക്ക്. അരി ഇരിക്കുന്ന പാത്രത്തിൽ ഇങ്ങനെ കൈയിടുന്നു, ഇങ്ങനെ എടുക്കുന്ന ആ ഒരു പിടുത്തം അരി എടുക്കുക. 1 ഗ്രാം വെളിച്ചെണ്ണ, 1 തുള്ളു മഞ്ഞപ്പൊടി, 1 ഗ്രാം ഇന്ദുപ്പ്, ഇത്ര ഇട്ടിട്ട് ഒരു 200 മില്ലി വെള്ളവും കൂടെ വെച്ചിട്ട് അത് വെള്ളം തിളച്ച് വരുന്നു. വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോൾ 1 കൊമ്പമുളക് ഇടാം, 1 ചെറിയ ചുമന്നുള്ളി ഇടാം, 1 പൊടി ജീരകം ഇടും. അപ്പം അരി വെന്ത് 90% നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുക. ഞാൻ മുറ്റത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് മുഴുവനും മനുഷ്യന് ഭക്ഷ്യയോഗ്യമായ സാധനമാണോ? മാവിൻ്റെ ഇല, പേരയുടെ ഇല, ആടലോടകം, ചീനിയുടെ ഇല, വെണ്ടയുടെ ഇല, പയറിൻ്റെ ഇല. ഞാൻ നോക്കുന്നത് മുഴുവനും അമ്മ കറമ്പി, മകള് കളമ്പി, മകളുടെ മകൾ സുന്ദരിക്കോത എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. നോക്കുന്നത് മുഴുവൻ ഭക്ഷ്യയോഗ്യമായ ഇലകളാണ്. ഈ ഇലകൾ കഴിച്ചാൽ നമുക്ക് ആശുപത്രി പോക്ക് നന്നേ കുറയ്ക്കാം. അപ്പം പൊതിനയുണ്ട്, ആരോഗ്യപത്യമുണ്ട്, വാഴയുണ്ട്, പ്ലാവിൻ്റെ ഇലയുണ്ട്, കൊടിയുടെ ഇലയുണ്ട്, നാരകത്തിൻ്റെ ഇലയുണ്ട്. നോക്കിയാൽ നമുക്ക് തീറ്റയ്ക്ക് പറ്റുന്ന ഇലകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിയുമായി ഇങ്ങനെ ഇണങ്ങി ഒന്ന് ജീവിക്കാൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് ശുഷ്കമാകാതിരിക്കും. അപ്പം ചോദിക്കും, എന്നോട് എൻ്റെ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, ഇയാൾ 50 വർഷം പുറകെ ജീവിച്ചിരിക്കേണ്ട ആളാന്ന് പറഞ്ഞു. എന്താ കാരണം? അച്ഛൻ, ഞാനൊരു RC വിശ്വാസത്തിലുള്ള ഒരാളാണ്. പള്ളിയുടെ അതിര് എൻ്റെ വീട് തൊട്ട് മിറ്റമാണ്. അപ്പം ആ പള്ളിയുടെ കോമ്പൗണ്ടും ഹൈസ്കൂളിൻ്റെ കോമ്പൗണ്ടും മഠത്തിൻ്റെ കോമ്പൗണ്ടും മുഴുവൻ കളനാശിനി കൊണ്ടുവന്ന് അടച്ചു. നിങ്ങൾക്കറിയാമോ, AB തോമസ് ഹാരിസൺ എസ്റ്റേറ്റ്, മലയാളം പ്ലാന്റേഷൻ തുടങ്ങിയുള്ള വൻകിട ഏകവിള തോട്ടകൃഷികളിൽ തത്വദീക്ഷയില്ലാതെ കളനാശിനി അടിച്ചപ്പോൾ ബൂട്ടില്ലാതെ പണിതുകൊണ്ടിരുന്ന തൊഴിലാളികളുടെ കാലിൻ്റെ അകം വെന്തുപോയ സംഭവം
തൊലി അഴുകി ആശുപത്രി പോയ സംഭവം ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായ സംഭവമാണ്. അപ്പം തത്വശേഷിയില്ലാത്ത അന്തർവ്യാപന ശേഷിയുള്ള ഈ കളനാശിനികൾ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഒറ്റ മഴയ്ക്ക് ഊർന്നൊലിച്ച് കഴുകി ഒലിച്ച് എൻ്റെ കുടിവെള്ളത്തിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ വെള്ളം ഞാൻ കുടിക്കാൻ നിർമ്മലമാകും. ഇടുക്കി ജില്ലയിൽ 10 പേർക്ക് 7 പേർക്കും ക്യാൻസർ ഉണ്ട്, 10 പേർക്ക് 7 പേർക്കും പ്രമേഹ രോഗമുണ്ട്. നമ്മളായിട്ട് തന്നെ വരുത്തി തരും. അപ്പൊ അച്ഛൻ പറഞ്ഞത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണ്ടായ ഇന്ന് പണിക്കാർ. ഞാൻ ചോദിക്കുന്ന, കുട്ടിക്കൊപ്പം കുപ്പായം വളരുവോ? വളരുവോ സാറേ? രവീന്ദ്രൻ ചേട്ടാ, കുട്ടിക്കൊപ്പം കുപ്പായം വളരുവോ? വളരൂല. ആശയം കഴുകി അത്താഴം വെച്ചാൽ വയറിനറിയില്ല. അതിന് പ്രായോഗിക സമീപനം വേണം. ശാന്തിഗ്രാം മുന്നോട്ട് വെക്കുന്ന ഒത്തിരി ദർശനവും കാഴ്ചപ്പാടുകളുണ്ട്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ പോകുന്ന പോക്കിന് ഒരു തടയിടാൻ വേണ്ടിയിട്ട്, അതിനൊരു ബദൽ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മില്ലറ്റിന്റെ പ്രവർത്തനം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഗോശാലയുടെ പ്രവർത്തനം. അപ്പൊ അവിടെയാണ് ഈ കൃഷിയുടെ പ്രസക്തി. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് അന്തം വിട്ടുപോകും. ഞാൻ ചലഞ്ച് ചെയ്യുക, ഞാൻ വെല്ലുവിളിച്ച് പറയാം. ഇതൊരു അഹങ്കാരത്തിന്റെ വാക്കല്ല, ഒരു റിയൽ കട്ട് വർത്തമാനമാണ്. റിയൽ കട്ട്. കേരള സംസ്ഥാനത്തിൽ 35ഓളം സംഘടനകൾ പ്രവർത്തിച്ചിട്ടുള്ള എനിക്ക് ഈ ശാന്തിഗ്രാമിനെ പോലെ ഒരു സംഘടന എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ചോദിക്കുന്നു, ഇയാൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് സൈഡ് ചെയ്ത് പറയുന്നത്. കാരണം അതിനു മാത്രം പദ്ധതികൾ സമൂഹത്തിന്, നാട്ടുകാർക്ക്, സാധാരണക്കാർക്ക് ഗുണം കിട്ടുന്ന പദ്ധതികൾ ഇതിൻ്റെ പുറകിൽ അവർ രൂപപ്പെടുത്തി പബ്ലിക്കിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആളുകൾ ഇത് എത്ര ഉണ്ട്, എനിക്ക് എല്ലാവരെയും ആഴത്തിൽ പരിചയമില്ല, സത്യമായും പരിചയമില്ല. ഈ നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്ന ചേട്ടൻ്റെ പേര് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഫീഡ് ചെയ്യപ്പെട്ടില്ല. പക്ഷെ ഞാനിവിടെ വരുമ്പോൾ പല ദിവസവും നെയ്യാറ്റിൻകരയിൽ നിന്ന് പറഞ്ഞ 2 ബസ് കയറണമെന്ന് എന്നോട് പറഞ്ഞു. അത്രയും ദൂരെ നിന്ന് അദ്ദേഹം ആശയങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് സർവീസ് ചെയ്തത്. ഇവിടെ സമയത്ത് പട്ടണമോ സമയത്ത് വണ്ടിക്കൂലി പോലും അദ്ദേഹത്തിന് ഇവിടുന്ന് കിട്ടി എന്ന് വിചാരമില്ല. അതിനെപ്പറ്റി അദ്ദേഹം ചിന്തിക്കാറുമില്ല. പക്ഷെ അദ്ദേഹത്തിനുള്ള കൈമുതലായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കമ്മിറ്റിക്കാരായിട്ടുള്ള പല ആളുകളുണ്ട്. ഞാനിവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ആശയത്തിൽ ആകർഷണമില്ല. ഈ വാട്സ് എ ന്യൂ സോഷ്യൽ റെവല്യൂഷൻ, ഒരു പുതിയ സാമൂഹിക ക്രമത്തിനോ സാമൂഹിക മാറ്റത്തിനോ നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ NRIക്കാരനായിട്ടുള്ള ചേട്ടന് പുതിയതായി കുറച്ച് സ്ഥലത്ത് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ചേട്ടനോട് പേര് മനസ്സിൽ പതിഞ്ഞിട്ടില്ല. വളരെ കമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. അവിടെ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സാധനം വേണം നിങ്ങൾ കൃഷി ചെയ്യാൻ. ഭക്ഷ്യധാന്യങ്ങൾ, തീറ്റയ്ക്കുള്ള സാധനം, നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും ആവോളം തിന്നുവാൻ നല്ല സാധനം. ഇവിടെ ഞാൻ ക്രോസ് കൺട്രി വാക്കിംഗ് എന്നൊരു വാക്കുണ്ട്. ക്രോസ് കൺട്രി വാക്കിംഗ് ഞാനിവിടെ സൂക്ഷ്മ വിശകലനം ചെയ്ത് നടന്നുപോയി. അവിടെ നടന്നുപോയി കഴിയുമ്പോൾ ഇവിടെ ഒരു കാട്ടുകോവലുണ്ട്. പക്ഷെ അത് തിന്നാൻ കൊള്ളില്ല, ഭയങ്കര കയ്പാണ്. പക്ഷെ അത് കൃഷി ചെയ്യാതെ ഈ നാട്ടിൽക്കൂടെ മുഴുവനുണ്ട്. നാച്ചുറൽ ഇൻസുലിൻ എന്ന് പറയുന്ന ചെടി ഏതാണ്? ഇവിടെ 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 അവിടെ 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 ആർക്കും അറിയത്തില്ല. ഇവിടെയാണ്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, വിമർശിക്കുന്നില്ല, അത് ശരിയുമല്ല. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് മനസ്സിനെ, നാച്ചുറൽ ഇൻസുലിൻ എന്ന് പറയുന്ന ചെടിയാണ് കോവൽ. നാച്ചുറൽ ഇൻസുലിൻ അത് പ്രകൃതിദത്തമായ സാധനമാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരെണ്ണം കൃഷി ചെയ്യണം. കമ്പില്ലെങ്കിൽ ഞാൻ കമ്പ് ഇവിടെ കൊണ്ടുതരാം, ഒരു പ്രശ്നവുമില്ല. ഈ കാണക്കാരി ഏറ്റുമാനൂരിൻ്റെ അടുത്തുനിന്ന് ആ വൈദ്യര്, ആ ഡോക്ടർ ഒരു വണ്ടി, ഒരു പുള്ളിക്ക് എടുക്കാൻ പറ്റുന്ന 3 ബാഗ് നിറച്ച് പഞ്ചഗവ്യത്തിന് മരുന്നുമായി ചുമന്ന് കെട്ടി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് 10-20,000 രൂപയുടെ മരുന്നുകളുടെ സ്റ്റോക്കുണ്ട്. ഇതേ രീതിയിൽ ഇടുക്കിയിൽ നിന്ന് ഞാൻ പോയിച്ച് വരുമ്പോൾ ഇവിടെ എത്ര പേര് ക്ലാസ് ഉണ്ടോ അത്രയും ആളുകൾക്ക് പല സൈസിലുള്ള നാച്ചുറലായിട്ടുള്ള കോവലിൻ്റെ തണ്ട് ഞാൻ കൊണ്ടുതരാം. നിങ്ങൾ ഒന്നേ വേണ്ടൂ, നിങ്ങൾ ആ കോവല് ഓർഗാനിക്കായിട്ട് വീട്ടിൽ കൃഷി ചെയ്യണം. പ്രമേഹ രോഗികളോട് പറയണം, നാച്ചുറൽ ഇൻസുലിൻ എന്ന് പറയുന്ന ചെടി കോവലാണ്. ആ കോവല് വളർന്നു വരും. അതിനകത്ത് രാസവളവും കീടനാശിനിയും ചെയ്യരുത്. വളർന്നു വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? രോഗമുള്ള ആളുകൾക്ക് അതിൻ്റെ ഇല പറിച്ച് വെന്ത് വെള്ളം കുടിക്കാൻ പറയണം. ആ ചെടി ഇങ്ങനെ വളർന്നു വരും, പൂവിടും, കായിടും. കായിടുമ്പോൾ മൂപ്പ് കുറഞ്ഞ 1-2 കായ വെറും വയറ്റിൽ പറിച്ച് കടിച്ചു മുറിച്ച് തിന്നാൻ പറയണം. തീർന്നില്ല, 1 മാസം 3 മാസം കഴിയുമ്പോൾ അതിൽ നിറയെ ഇലകളും പൂടുക. അപ്പോൾ അതിൻ്റെ ഇല പറിച്ച് തോരനായി കറിയും വെക്കണം.
അപ്പോൾ ആ നാച്ചുറൽ ഇൻസുലിൻ കൊണ്ട് നമുക്ക് നമ്മുടെ പ്രമേഹ രോഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ചതുരപ്പയറുണ്ടെന്ന് പറഞ്ഞു. ആ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഏതിനകത്താണ്? അത് പച്ചക്കറി. മറ്റ് സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ആട്ടിറച്ചിയിലാണെന്നാണ് പറയുന്നത്. ആട്ടിറച്ചിക്ക് തുല്യമാണ് ചതുരപ്പയർ. ഈക്വൽ ടു ആറ്റസാ. ആട്ടിറച്ചിക്ക് 1 കിലോയുടെ വില എന്താ? ചതുരപ്പയറിന് 1 കിലോയുടെ വില എന്താ? ചതുരപ്പയറിന് വിത്ത് ഞാനിവിടെ കൊണ്ടുതരാം, നിങ്ങളത് കൃഷി ചെയ്യണം. എന്താണ് ശാന്തിഗ്രാമിൻ്റെ അടുത്ത സ്റ്റെപ്പ്? നിങ്ങൾ ഇത് കൃഷി ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി ഞങ്ങളത് മാർക്കറ്റിംഗ് ചെയ്തു തരാം. നിങ്ങൾക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള ഇൻപുട്ടുകൾ, ഔട്ട്പുട്ടുകൾ, അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾക്ക് പഞ്ചഗവ്യവും ജീവാമൃതവും മറ്റതുപോലുള്ള സാധനങ്ങൾ ഇത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കൃഷിയെടുത്ത് ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഇന്ന സ്ഥലത്ത് ഞങ്ങളവിടെ നടന്നു വരാം. യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളത് ഒരു 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 കൂട്ടായ്മയിൽ ഇതൊരു പദ്ധതിയാണെന്നും ഇതുകൊണ്ട് ആളുകൾക്ക് കുറേ നിങ്ങൾക്കറിയാമോ? ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോരിയോസ് തിരുമേനി കേരളത്തിലെ പട്ടിണി മാറ്റുവാൻ വേണ്ടി ഇവിടെ 2 സാധനം കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു. ഏതാ ആ 2 സാധനങ്ങൾ? ഏത് കപ്പയാ? രാമന്തല എന്ന് പറയുന്ന ഒരു കപ്പയും ഒരു പ്രത്യേക തരം മരച്ചീനിയുമാണ് ആർച്ച് ബിഷപ്പ് മാർ ഗ്രിഗോരിയോസ് തിരുമേനി കേരളത്തിലെ പട്ടിണി മാറ്റാൻ ഇവിടെ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചതാണ്. ഞങ്ങളുടെ ഇടുക്കിയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ആ രാമന്തല കപ്പയാണ്. ആ രാമന്തല കപ്പയ്ക്കുള്ള പ്രത്യേകത ഒരു പലഹാരം കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ്. നല്ലപോലെ മൂക്കണമെന്ന് മാത്രമല്ല, വയലറ്റ് റോസ് കളറാണ് തണ്ടിന്, കിഴങ്ങിന് റോസ് കളറാണ്, നല്ല വിളവുണ്ട്. എത്ര മോശം മണ്ണിലിട്ടാലും വളം ചെയ്യാതെ ആ സാധനം ഉണ്ടാകും. അപ്പം ഞാൻ ഈ സംസാരിച്ചു വരുന്നത് ഈ ഗോശാല എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരത്തിൽ ബ്രാഹ്മണന്മാരാണ് ഇതിനെ കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ടവരാണില്ല. ആർഷഭാരത സംസ്കാരത്തിൽ ഹിന്ദു സംസ്കാരമായിട്ട് ഇടപഴകി കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്നും ബന്ധവസുകൾ കയറിട്ട് അല്ല ഇതിനെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ഈ യജമാനനും ഈ കാലികളും എല്ലാം കൂടെ വലിയ ഗോമാള എന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോഴും ഞാനത് പോയി കണ്ടിട്ടുണ്ട്, കർണാടകത്തിലൊക്കെ ഉണ്ട് ഗോമാള. അപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് ഏക്കറുകൾ വനങ്ങൾ കന്നുകാലി തീറ്റാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നു. വനത്തിനകത്ത് കുടിവെള്ളത്തിന് വേണ്ടി തോണികൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അതാണ് അപ്പോൾ ഞാൻ കർണാടകത്തിൽ പോയി നേരിട്ട് കണ്ടിട്ടുള്ളത് ഈ താമസിക്കുന്ന ഷെൽട്ടർ എന്ന് പറയുന്നത് ഇവരുടെ ഷെഡും ഇതെല്ലാം കൂടെ കൂടി ഒന്നിച്ചാണ്. അപ്പോൾ ഈ യജമാനനുണ്ടാകുന്ന രോഗങ്ങൾ തിരിച്ചറിയാൻ ഈ മൃഗങ്ങൾക്ക് കഴിവുണ്ട്. അങ്ങനെ ഈ മൃഗം പോയി യജമാനന് സോറിയസ് ആണെങ്കിൽ, വന്ധ്യതയുണ്ടെങ്കിൽ, കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ രോഗം എന്താണെന്ന് ഈ മൃഗം തിരിച്ചറിഞ്ഞാൽ അതിന് പറ്റുന്ന ഔഷധ സസ്യങ്ങൾ കഴിച്ചിട്ട് സൂര്യതാപമാകുന്ന ഊർജം സ്വീകരിച്ച് സ്വന്തം ശരീരമാകുന്ന ബോയിലറിൽ അത് പാകം ചെയ്ത് അത് പാലായിട്ടും മോരായിട്ടും ചാണകമായിട്ടും മൂത്രമായിട്ടും ഇത് യജമാനന് തിരിച്ചു കൊടുക്കാൻ ഉള്ള വിവേചന ബുദ്ധി, ഉള്ള തിരിച്ചറിവ് ഈ നാടൻ പശുക്കൾക്കുണ്ട് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഈ മരുന്നിന് സമാനമായ ഈ സാധനങ്ങൾ നമുക്ക് തരികയും ഈ പ്രോസസ്സ് ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വരുന്ന കീടമായി വരുന്ന സാധനങ്ങൾ ഗോമാതാവിൻ്റെ ശരീരത്ത് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ടും കൂടിയാണ് ഗോമാംസം കഴിക്കരുത് എന്ന് ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു ഭാഗം. അതിൻ്റെ വിഷാംശം ഈ മരുന്നിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ഗുണമല്ലാത്തത്, അതിൻ്റെ ദോഷമുള്ള ഭാഗങ്ങൾ, അത് പുറത്ത് കളയാൻ കഴിയാത്ത കുറേ ഭാഗങ്ങൾ വിഷാംശം ശരീരത്ത് സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഗോമാംസം മനുഷ്യൻ കഴിക്കരുതെന്ന് പണ്ടുള്ള ആളുകളും ഇപ്പോഴും കുറേ ആളുകൾ പറയുന്നതിൻ്റെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം. അപ്പോൾ ഈ ഗോശാലയെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഉണ്ടായ ഒരു സംഭവം പറയാം. ഞാനിത് നിങ്ങളുടെ ശ്രദ്ധ ആവഹിക്കാൻ വേണ്ടി കഥ ഉണ്ടാക്കി പറയുന്നല്ലോ. ഒരു ചെറുപ്പക്കാരൻ സ്വന്തമായൊരു തൊഴിൽ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഭയങ്കരമായ സ്പ്രെഡ് ചെയ്ത് നിൽക്കുക. ഭയങ്കര കാലിങ്ങനെ മുറുക ചവിട്ടി കാലിൻ്റെ അടിയിൽ 4-5 അയൽക്കൂട്ടങ്ങൾ കാണും. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പല ഗ്രൂപ്പുകളും വഴി സൈഡിൽ മീറ്റിംഗ് വിടാൻ പറഞ്ഞു. ഏതെങ്കിലും 10 പെണ്ണുങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അവർ 3 സംഘത്തിലെങ്കിലും മെമ്പർമാരായിരിക്കും. ആ സുഹൃത്ത് കണ്ടുപിടിച്ച ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം. അദ്ദേഹം പശു വളർത്തലാണ് കണ്ടുപിടിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് സ്ഥല സൗകര്യങ്ങളില്ല, അദ്ദേഹത്തിന് പുൽകൃഷിയില്ല. പക്ഷെ അദ്ദേഹം കണ്ടുപിടിച്ചത് 10-12 പശുക്കളെ വാങ്ങിച്ചു. അദ്ദേഹം
വഴി സൈഡിൽ ഉള്ള വീട്ടിൽ വളരെ ചെറിയ പരിമിതമായ കുറച്ച് സ്ഥലത്ത് ഷെഡുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിനെ മാനേജ് ചെയ്യാനും ഇതിനാവശ്യത്തിനുള്ള സാധനങ്ങൾ കണ്ടെത്താനും അവർക്ക് യാതൊരുമില്ല. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചത്, അദ്ദേഹം കണ്ടുപിടിച്ച ഒരു പദ്ധതിയാണ് ഞാൻ മുമ്പിൽ പറയുന്നത്. അദ്ദേഹം ഒരു പെട്ടി ആപ്പ സംഘടിപ്പിച്ചു. ആ പെട്ടി ആപ്പ സംഘടിപ്പിച്ചിട്ട് അതിൽ ആ വണ്ടിയിൽ പാല് കാണും, മോര് കാണും, തൈര് കാണും, പഞ്ചഗവ്യം കാണും, ജീവാമൃതം കാണും, ജീവാമൃതം കാണും. പശുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും അദ്ദേഹം ഈ വണ്ടിയെ സംഭരിക്കും. എന്നിട്ട് ആ പഞ്ചായത്തിലുള്ള എല്ലാ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിങ്ങുകൾ വിളിച്ചിട്ട് അവർ പറഞ്ഞു, എൻ്റെ വണ്ടി ഈ മൊബൈൽ യൂണിറ്റ് ഇന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ 3 പേരുള്ള വീട്ടിൽ, 5 പേരുള്ള വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ, ഒരു വാഴ പറിക്കുമ്പോൾ, ഒരു ചേന പറിക്കുമ്പോൾ പശു തിന്നുന്ന എല്ലാ സാധനവും അവർ വഴി സൈഡുകളിൽ ഇത് കളക്ട് ചെയ്ത് വെക്കും. ആ വീട്ടുകാർക്ക് ആ പാലാണെങ്കിൽ ആവശ്യമെങ്കിൽ, മോരാണെങ്കിൽ, തൈരാണെങ്കിൽ, വെണ്ണയാണെങ്കിൽ, ജീവാമൃതമാണെങ്കിൽ, ഈ വണ്ടിയിലുള്ള മുഴുവൻ സാധനം അവരുടെ താല്പര്യത്തിനും ആഗ്രഹത്തിനും അനുസരിച്ച് ഇത് അങ്ങോട്ട് കൊടുക്കുകയും പുള്ളിക്ക് ആവശ്യത്തിനുള്ള ഈ തീറ്റയുമായതാണ്. ഇന്ന് കേരളത്തിൽ വളരെ സജീവമായി ആ യൂണിറ്റ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ സാധനത്തിന് വിത്ത് ഇവിടെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പ് പറയുന്നു, ഞാനൊന്ന് ഇടുക്കിയിൽ 20-ാം തീയതിയോടുകൂടി പോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പോയിട്ട് വരുമ്പോൾ കുറേ സാധനങ്ങൾ ഇവിടെ കൊണ്ടുതരാം. പക്ഷെ അത് ഒരു പദ്ധതിയായിട്ട്, ഒരു പ്രോജക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച് തരുമ്പോൾ നിങ്ങളത് ആ ഒരു സ്പിരിറ്റോടുകൂടി ഇതിനെ കാണുകയും അത് കൃഷി ചെയ്യുകയും, ആ കൃഷി ചെയ്തിട്ട് കൂടുതൽ സർപ്ലസ് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ കൗണ്ടറിൽ ഇവിടെ കൊണ്ടുവെക്കുകയും ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ക്ലാസ് വളരെ കുറച്ച് ആളുകളുള്ളൂ. എനിക്ക് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടോ നിരാശയോ തോന്നുന്നില്ല. ചില ആളുകൾ എല്ലാവരും അത് ലീഡർഷിപ്പിലുള്ളവരും പക്വതയുള്ളവരും അവർക്ക് വലിയ പ്രസ്ഥാനങ്ങളുടെ ആളുകളും അവരുടെ പിറകിൽ കുറേ ആളുകളെ അണിനിരത്താൻ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ ആ സന്ദേശങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഞാൻ പല സ്ഥലത്തും പറയാറുള്ളത്, തീപ്പെട്ടിക്കകത്ത് കൊള്ളുന്ന കുമ്മായപ്പൊടി പോലും നിങ്ങളുടെ കൃഷിയിടത്ത് കയറ്റരുന്ന. അപ്പം ചോദിക്കും, തീപ്പെട്ടിക്കകത്ത് കുമ്മായപ്പൊടി പോലും പറമ്പിൽ കയറ്റായിരുന്ന മണ്ണിൻ്റെ pH എങ്ങനെ കൺട്രോൾ ചെയ്യും? മണ്ണിൻ്റെ pH കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ആവശ്യത്തിന് പപ്പായ കൃഷി ചെയ്താൽ മതി, അവിടെ പൊട്ടാമ കൃഷി ചെയ്താൽ മതി. അപ്പം പൊട്ടാമ കൃഷി ചെയ്യുകയും പപ്പായ കൃഷി ചെയ്ത് എങ്ങനെ pH കൺട്രോൾ ചെയ്യും? അതിൻ്റെ ക്ലേദം കറക്റ്റാക്കാനും അതിൻ്റെ pH കൺട്രോൾ ചെയ്യാനും വ്യാപകമായി പക്ഷികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മൾബറി കൃഷി ചെയ്യുക. മൾബറി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, പൊട്ടാമ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, കപ്പളം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാതെ ഇഷ്ടം പോലെ പക്ഷികൾ അതിലേക്ക് ആകർഷിക്കും. കണക്കില്ലാതെ പക്ഷികൾ അതിലേക്ക് ആകർഷിച്ച് കഴിയുമ്പോൾ, ഇപ്പം നിങ്ങൾക്കറിയാം, ഇന്നലത്തെ ഒരു ക്ലാസ്സിൽ ഇന്നലെ ഇവിടെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ ഇവിടെ നിന്നുണ്ടായിരുന്നു. ഈ ഹാള് നിറയെ പിള്ളേരായിരുന്നു. അപ്പം പങ്കയാട്ടൻ സാറിൻ്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്കറിയാമോ തേനീച്ച ചെയ്യുന്ന ധർമ്മം? ആ തേനീച്ച ഒരു സമൂഹത്തിൽ നിന്ന് ആകമാനം ഇല്ലാതായി, മാനവരാശി ചിലപ്പോൾ ഇല്ലാതായി പോകുന്നവർ. അപ്പം എന്ന് പറയുന്നത് പോലെ പക്ഷികൾ ചെയ്യുന്ന മാജിക്ക് ചെറുതല്ല. നിങ്ങൾക്കറിയാമോ, ഞാനൊരു മലയുടെ മുകളിൽ താമസിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു ഇല്ലി അവിടെ നട്ടുപിടിപ്പിച്ചു, അവിടെ ഒരു കപ്പളം നട്ടുപിടിപ്പിച്ചു. അപ്പം വളരെ ദൂരെ നിന്ന് ചെറിയ ഓസ് ഉപയോഗിച്ച് 1.5 ഇഞ്ചിൻ്റെ ഇത്രയും പേരുള്ള കറുത്ത ഓസ് ഉപയോഗിച്ച് ഒരു മലം പോലും ഞാൻ വെള്ളം അവിടെ കൊണ്ടുപോയി. എൻ്റെ മലമുകളിൽ വെള്ളമില്ല. അപ്പോൾ ഇല്ലി 42 ചോടായിട്ട് ഇല്ലി വലിയ തുറുവായി. അവിടെ ഒരു കപ്പളം നിന്ന് ആ കപ്പളം ഉണ്ടായാത്ത പഴമുണ്ടായി. അവിടെ മലമുഴക്കി വേഴാമ്പൽ വന്നു. എൻ്റെ മനസ്സിനത് എത്രമാത്രമാണ് സന്തോഷിപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും പറഞ്ഞറിയിക്കുന്നില്ല. അപ്പം നമ്മളിതൊക്കെ ചില കാര്യങ്ങൾ ഇങ്ങനെ രൂപകൽപ്പന ചെയ്താൽ നിങ്ങൾ വനത്തിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വനത്തിലെ എങ്ങനെ pH കൺട്രോൾ ചെയ്യുന്നത്? വനത്തിൽ എന്തെല്ലാം എത്ര ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന്, ഞാൻ ആമസോൺ വനത്തിൽ 2.5 വർഷം ജീവിച്ച ആളാണ്. എണ്ണിയാൽ തീരാത്ത കാട്ടുമൃഗങ്ങളുണ്ടോ? മനുഷ്യനും കാട്ടുമൃഗങ്ങളും സന്നിവേശിച്ചാണ് അവിടെ ജീവിക്കുന്നത്. 800 കിലോമീറ്റർ, 900 കിലോമീറ്റർ, 1000 കിലോമീറ്റർ കടന്നെങ്കിൽ ഓരോ കോളനിയിൽ നിന്ന് അടുത്ത ജനവാസമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റത്തുള്ളൂ. അവിടെ ഉള്ളവർക്ക് സുഭിക്ഷമായ ഭക്ഷണമുണ്ട്. അവിടെ ഒരു കൃഷി ഓഫീസറും ഇല്ല. ആലുവ ഉപ്പ് എന്നറിയപ്പെടുന്ന ഒരു FACTയുടെ പ്രവർത്തനം അവിടെ ഇല്ല. ഒരു വ്യാജ കമ്പനിയുടെ ഒരു വളനിർമ്മാണ കമ്പനികളും അവിടെ ഇല്ല. പക്ഷേ അവരെ മുഴുവൻ തീറ്റിപ്പോറ്റാൻ ആ പ്രകൃതി തന്നെ രൂപപ്പെടുത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, അവിടെ കൃഷി ചെയ്യാത്ത തെങ്ങ് വനമുണ്ട്, കൃഷി ചെയ്യാത്ത വാഴ വനമുണ്ട്, കൃഷി ചെയ്യാത്ത നാരക വനമുണ്ട്, കൃഷി ചെയ്യാത്ത കമുക് വനമുണ്ട്, കൃഷി ചെയ്യാത്ത തെങ്ങ് വനം അവിടെ ഉണ്ട്. എല്ലാത്തരം ഞാനിങ്ങനെ കൈകൊണ്ട് അളന്ന് നോക്കിയപ്പം 92 ചാനുണ്ട് ഒരു മാവിൻ്റെ ചുറ്റളവ്.
അപ്പോൾ ആ മാവിൻ്റെ വലുപ്പം എത്രയാണ്? ആ മാവ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പൂവുണ്ട്, കായുണ്ട്, കരിങ്കായുണ്ട്, ചെമ്പഴമുണ്ട്, മാങ്ങാപ്പഴം പൊഴിഞ്ഞു വീഴുന്നുണ്ട്. അവിടെ ഭക്ഷണത്തിന് യാതൊരു തരം ബുദ്ധിമുട്ടുമില്ല കാട്ടുമറയിൽ. അപ്പോൾ നമ്മുടെ ഈ കൃഷിസ്ഥലം എന്ന് പറയുന്നത്, ഇപ്പം കടലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് മെൻഷൻ ചെയ്തേ, എപ്പോഴെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്തേ, കടലിൽ എന്തുമാത്രം മത്സ്യങ്ങളാണുള്ളത്? എന്തുമാത്രം മത്സ്യങ്ങളാണ് കടലിലുള്ളത്? അവിടെ ഏതെങ്കിലും ഒരു ഫിഷറി ഓഫീസറുണ്ടോ? അവിടെ കൊണ്ട് വളമിടുന്നുണ്ടോ? അവിടെ കൊണ്ട് ഹോർമോൺ കുത്തിവെക്കുന്നുണ്ടോ? അതിൻ്റെ പ്രജനനത്തെ വർദ്ധിപ്പിക്കാൻ വല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടോ? ഒരു പഞ്ചായത്ത് വാർഡിൽ ഒരു ദിവസം വിൽക്കുന്ന മീനെ സംബന്ധിച്ച് ചിന്തിച്ച് നോക്കിയാൽ, ഈ കടലിൽ നിന്ന് കിട്ടുന്ന മീനെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അത് എന്ത് പ്രോസസ്സിലൂടെയാണ് ഇതിൻ്റെ ഇത്രമാത്രം വലിയ ക്വാണ്ടിറ്റി ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്? ഇതേ പ്രതിഭാസമാണ് വനത്തിൽ നടക്കുന്നത്. അവിടെ ഒരു പഞ്ചവത്സര പദ്ധതിയുടെയും പിന്തുണയില്ലായിരുന്നോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഹരിതകർമ്മ സേനയുടെയും യാതൊരു വള കമ്പനിയുടെയും ഒരു ഉദ്യോഗസ്ഥൻ്റെയും സപ്പോർട്ട് അവിടെ ഇല്ലായിരുന്നോ? പക്ഷേ ആ ജീവജാലങ്ങൾക്ക് ആകമാനം തീറ്റിപ്പോറ്റുന്നതിന് ആ പ്രകൃതി തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരാവാസ വ്യവസ്ഥ, ഒരു എക്കോ ഫ്രണ്ട്ലിയായ ഒരു സാമൂഹ്യ ക്രമം അവിടെയുണ്ട്. അപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള കെമിക്കലുകൾ ബോംബുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആറ്റമിക് പവറുള്ള ഇഷ്ടം പോലെ മെട്രിക് ടൺ കണക്കിനുള്ള മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ബുദ്ധിയുള്ള ആളുകൾ ഈ സാധനം മുഴുവനും എങ്ങനെയാണ് ഇനി വിറ്റഴിക്കേണ്ടതെന്ന് വളരെ കാര്യഗൗരവമായി അവർ ചിന്തിച്ചു. ആ കാര്യഗൗരവമായി ചിന്തിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് പാവപ്പെട്ട ആളുകൾ 10ന് 7 പേരും ക്യാൻസർ ആയിട്ടുള്ളതും 10ന് 7 പേരും പ്രമേഹ രോഗികളായിട്ടുള്ളത് മാറിയിട്ടുള്ളത് എന്നുള്ള സത്യം തിരിച്ചറിയുമ്പോഴാണ് ഈ ഭരണകൂട തീവ്രതയുടെ ബലിയാടുകളായിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധിയില്ലാത്ത ആളുകളെ കച്ചവടത്തിലും ബുദ്ധിപരമായ രീതിയിലും ചൂഷണം ചെയ്യുന്നതിൻ്റെ മറ്റൊരു പതിപ്പാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പൈൻസിൽ ലാത്തിയുടെ നീളമുള്ള മുരിഞ്ഞക്കമ്പ് കൊടുത്തു കുട്ടികൾക്ക്. എന്നിട്ട് തെരുവോതരങ്ങളിൽ അവർ ഘോഷയാത്ര നടത്തി. തിരിച്ചു വന്നിട്ട് ഓരോ കുട്ടിയെ കൊണ്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഓരോ മുരിഞ്ഞക്കമ്പ് കണ്ടിച്ചു. എന്നിട്ട് ആ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ എല്ലാ ദിവസവും അവരവർ നട്ടം മുരിഞ്ഞയിൽ നിന്ന് ചെറിയൊരു ഭാഗം എടുത്ത് അവർ ഉച്ചക്കഞ്ഞിയിലിട്ടിട്ട് ആ മുരിഞ്ഞയില ഭക്ഷണം എല്ലാ ദിവസവും സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തു. യുനെസ്കോയുടെ പഠന റിപ്പോർട്ടുണ്ട്. ഞാനിത് പല കാര്യങ്ങളും ഇവിടെ വന്ന് അവതരിപ്പിച്ചു. ഞാനിത് പറയുന്നത് നമുക്കൊരു പുതിയ സാമൂഹിക ക്രമം ഇവിടെ ഉണ്ടാക്കാം. നിങ്ങളൊന്ന് സജീവമായി നിന്നാൽ മതി. ഇപ്പം ഈ പഞ്ചഗവ്യത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന ഈ സാറ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഈ മേഖല ചുവടെടുത്തത് എത്രയോ യാദൃശ്ചികമായ ഒരു സംഭവമാണ്. അദ്ദേഹം കത്തോലിക്ക മതവിശ്വാസിയായ ഒരു മനുഷ്യൻ യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്നിട്ട് എങ്ങനെയാണ് ഈ നാടൻ പശുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാന്തായത്? പഞ്ചഗവ്യ ചികിത്സയുടെ സാധ്യതയ്ക്ക് വേണ്ടി ഒരു പുരുഷായുസ് മുഴുവൻ മാറ്റിവെച്ച് ഇത്രമാത്രം ഉൾക്കരുത്തോടുകൂടി എങ്ങനെ ഈ മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയുന്നു? പങ്കയാട്ടൻ സാറിന് എങ്ങനെയാണ് നിശ്ചലമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്രമാത്രം സാധ്യതകളോടുകൂടി ഇത്രമാത്രം ആഴത്തിൽ ഇടപെട്ട് ഇത്രമാത്രം കാഴ്ചപ്പാട്, ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് വിഷൻ ആൻഡ് മിഷൻ എന്നാണ് പറയുന്നത്, ഇത്രമാത്രം ഇപ്പം സംസ്ഥാന തലസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശാന്തിഗ്രാമിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. 10, 20, 50 ആളുകൾക്ക് കടന്നു വന്നാൽ ആ 50 ആളുകൾക്കും ആശ്വാസം കൊടുക്കാൻ തക്ക തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഇതിൻ്റെ കീഴിലുണ്ട്. ഈ പറയുന്ന ഈ ചപ്പാത്ത് കേന്ദ്രമാക്കി ഇവിടെ പ്രവർത്തിക്കുന്ന ഇവിടുത്തെ സ്ഥലവാസികൾ, തൊട്ട അയൽക്കാർ, ഇതിൻ്റെ സാധ്യതകൾ, ഇതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി സാധ്യതകൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എനിക്ക് നേരിയൊരു സംശയമുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ എത്ര ചുരുങ്ങുന്ന ആളുകളാണെങ്കിൽ പോലും അത് അത്ര ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. നമുക്ക് ഒരു ഗാന്ധിയൻ സ്വപ്നത്തിൽ ഒരു 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 സ്വയം സമ്പൂർണ്ണ ഗ്രാമമായി നമുക്ക് അറിവുണ്ട്, തിരിച്ചറിവില്ല. നമുക്ക് സാഹചര്യങ്ങൾ ഒത്തിരി അനുകൂലമായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തെയും ഒഴിവാക്കിക്കൊണ്ട്
കുറെ കൂടി ഇന്നുള്ളതിൽ നിന്ന് അല്പം കൂടി മെച്ചപ്പെട്ട ഒരു സാമൂഹിക ക്രമത്തിലും ആരോഗ്യമുള്ള ഒരു ചുറ്റുപാട് നമ്മുടെ പോക്കറ്റ് അറിയാതെ ആരെങ്കിലും തോണ്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് നിർത്തുന്നതിന് ആരോഗ്യമായ ഒരു ചുറ്റുപാടിന് വേണ്ടി ഒരു എക്കോ ഫ്രണ്ട്ലിയായിട്ടുള്ള ഈ പരിസ്ഥിതിയും ഈ ലോകത്തിന്റെ ഒരു താളലയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അല്പം കൂടി ചേർന്ന് നിന്നുകൊണ്ട് എല്ലാത്തരം മറ്റു ചിന്തകളും കക്ഷിയും രാഷ്ട്രീയവും മതവും ആ തരത്തിലുള്ള എല്ലാത്തരം ചിന്തകളും നമുക്കൊരു പുതിയ സാമൂഹിക ക്രമത്തിന് വേണ്ടിയിട്ട് കൈ ഓർക്കുവാൻ നിങ്ങൾക്ക് 100% നിങ്ങളുടെ ശ്രദ്ധയെ, നിങ്ങളുടെ മനസ്സിനെ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. അവതരിപ്പിച്ച വിഷയങ്ങളിൽ ഞാൻ ഈ മൈക്ക് കൈമാറുന്നതിന് മുൻപ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ച സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ മൈക്ക് കൈമാറാമെന്ന് വിചാരിക്കുന്നു. ഇത് മംഗോളിയൻ ചീര എന്ന് പറയും, ഇത് ചായ മാൻസ എന്ന് പറയും. തിരുവനന്തപുരംകാർക്ക് ഇത് പരിചയം കാണും, പക്ഷേ എനിക്കിത് പരിചയമില്ലായിരുന്നു. എനിക്ക് പരിചയമില്ലാത്ത സമയത്ത് പങ്കയാട്ടൻ സാറ് തിരുവനന്തപുരത്ത് നിന്ന് തൊടുപുഴ ടൗൺ ഹാളിൽ ഒരു മേള നടത്തി കഴിയുമ്പോൾ ഇത്രയുള്ള ഒരു തണ്ടിന് ഞാൻ 50 രൂപ കൊടുത്ത് വാങ്ങിച്ചു. ഇത് ചായ മാൻസ എന്ന് പറയും, അല്ലെങ്കിൽ ഇത് മംഗോളിയൻ ചീര. ഇത് വെരിക്കോസിന് പ്രതിവിധിയാന്ന് പറയുന്നു. ഈ ചായപ്പൊടിയും കാപ്പിപ്പൊടിക്കും അരിക്കും ഏറ്റവും കൂടുതൽ വിഷം ചേർക്കുന്നത്. ഇതിന്റെ ഇല പറിച്ചിട്ട് നമുക്ക് വെള്ളം വെന്ത് ചായയായിട്ട് കുടിക്കാം. അതാണ് അതിന് ചായ മാൻസ്യ എന്ന് പറയുന്നത്. ഒപ്പം ഇതിന്റെ ഇല പറിച്ച് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം. ചായ മാൻസ്യ. ഈ സാധനം മുറികൂട്ടിയാണ്. ഈ അടുത്ത ദിവസം ഇതിനെ സംബന്ധിച്ച് അമേരിക്കൻ ശാസ്ത്രജ്ഞന് വലിയ 1 കോടി രൂപയിലധികം വിലയാണ് ഇതിൻ്റെ ഓളിയോ റെസിൻ, ഇതിൻ്റെ ഓയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അടുത്ത നാൾ 1 കോടി രൂപയിലധികം വിലയാണ് ഇതിന്. ഇത് 3 സ്റ്റിച്ച് ഇടുന്ന മുറിവ് വരെ ഉണ്ടെങ്കിൽ, 3 സ്റ്റിച്ച് ഇടുന്ന മുറിവ് വരെ ഉണ്ടെങ്കിൽ ഈ സാധനം കൈക്കകത്ത് ഞരടി പിഴിഞ്ഞ് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് മുറികൂട്ടി. അപ്പൊ ഇത് ഈ പരിചയപ്പെടുത്തുന്നതിന് വേറൊരു ഉദ്ദേശവും കൂടിയുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എത്ര ചെറുതാണെങ്കിൽ പോലും വന്നിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇതിന്റെ നടിയിൽ വസ്തുക്കൾ കൊണ്ടുപോകണം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കൃഷി തുടങ്ങണം. 3 ഇത് അസോള പരിചയമില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ആരുമില്ല, എല്ലാവർക്കും അസോള അറിയാം. അസോള എന്ന് പറയുന്നത് മനുഷ്യന് ഭക്ഷ്യയോഗ്യമാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഇത് ഒരു 4-5 തവണ ഇത് വെള്ളത്തിലിട്ട് കൂണൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പൊതച്ച് ഒരു 4-5 തവണ കഴുകണം. 24 മണിക്കൂർ കൊണ്ട് ഇരട്ടിക്കുന്ന ഒരു ചെടിയാണിത് അസോള. ഇത് മനുഷ്യന് ഭക്ഷ്യയോഗ്യ. നിങ്ങൾ മുട്ട പൊരിക്കുമ്പോഴോ, നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴോ, നിങ്ങളുടെ ചീര കറി വെക്കുമ്പോഴോ, നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ടെങ്കിലും അത്രയും ആളുകൾക്ക് ഇന്ന് തന്നെ അതിൻ്റെ വിത്ത് തന്നുവിടാം. നിങ്ങൾ ചെറിയൊരു ബക്കറ്റിൽ തുടങ്ങുക. എന്നിട്ട് ആ സാധനം ആടിന്, കോഴിക്ക്, മുയലിന്, മീന്, കറവ പശുവിന്, ആർക്ക് വേണമെങ്കിലും അത് ഭക്ഷണമായിട്ട് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ 50% നിങ്ങൾക്ക് തീറ്റ ചെലവ് ലാഭകരമായിട്ട് വരും. ഒപ്പം നമുക്കത് മനുഷ്യനും കഴിക്കാം. അടുത്തത് കൊടകൻ. 3-4 തരമുണ്ട്. ഇവിടെ 2 തരം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊടകൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും അടുക്കളയിൽ ഇല്ലാതെ പറ്റാത്ത ഒരു സാധനത്തിന്റെ പേര് പറയാമോ? അമ്മച്ചിക്ക് പറയാം. ഒരു അടുക്കളയിൽ ഒരു ദിവസം പോലും മാറ്റി വെക്കാൻ പറ്റാത്ത, അടുക്കളയിൽ മസ്റ്റായി സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സാധനത്തിന്റെ പേര്. ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ 5 വിമാനം കയറി ആമസോൺ വനത്തിൽ പോകേണ്ടി വന്നു. അത് നാരങ്ങയാണ്. ഏതെങ്കിലും തരം ഒരു നാരങ്ങ, അത് മുസാമ്പിയാകാം, ഓറഞ്ചാകാം, ഒടിച്ചു കുത്തിയാകാം, ഈ വെള്ളം കുടിക്കുന്ന നാരങ്ങയാകാം. ഈ നാരങ്ങ അത്രമാത്രം മനുഷ്യന്റെ ജീവിതത്തിൽ, ഇത് കേരളത്തിൽ നിന്ന് ആരും എന്നെ ഇത് പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല. ഇത് ഞാൻ ആമറോവിൻ്റെയും ജനതയുടെ അടുത്ത് ആമസോൺ വനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പഠിച്ച ഏതെങ്കിലും തരം നാരങ്ങ അത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ സൂക്ഷിച്ചു വെക്കുക. ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ എല്ലാ ദിവസത്തെയും ഭക്ഷണത്തിൽ നാരങ്ങ, അത് 10 മണിക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിനാകാം, ഉച്ചയ്ക്കത്തെ ലഞ്ചിനാകാം, വൈകിട്ടത്തെ ഡിന്നറിനാകാം, 4 മണിക്കാകാം. വൈകിട്ടത്തെ ഭക്ഷണമൊക്കെ സൂര്യാസ്തമനത്തിന് മുമ്പ് ഭക്ഷണം കഴിച്ചു തീർക്കണം. ബെഡാഖാന കഴിച്ചാൽ ഒരു ദിവസത്തെ ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കണം. ഇറച്ചിയും മീനും കൂട്ടി കഴിക്കാം, പക്ഷെ കഴിയുമെങ്കിൽ അത് 10 മണിക്കോ ഉച്ചയ്ക്കോ ആയിരിക്കണം. വൈകിട്ടത്തെ ഭക്ഷണം ഏറ്റവും ലഘുവായിരിക്കണം. അരവയർ അത്താഴം എന്നാണ് പറയുന്നത്. അപ്പം അടുത്തത് ചേമ്പ് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് എന്നാന്നാ ഞാൻ പറഞ്ഞത്? ഇരുമ്പ്. അടുത്തത് എല്ലൊടിയൻ എന്ന് പറയും. എല്ലൊടിയൻ. ഇവിടെ മുട്ടുവേദനയുള്ള ആളുകളുണ്ട്, ഇവിടെ അസ്ഥി സംബന്ധമായ തേയ്മാനമുള്ള ആളുകളുണ്ട്. ഇത് ഉപയോഗിച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം, ഇത് ഉപയോഗിച്ച് അവിയലുണ്ടാക്കാം, ഇത് ഉപയോഗിച്ച് എണ്ണ കാച്ചാം.
ഇതിന് സംസ്കൃതത്തിൽ വേറെ ഒത്തിരി വലിയ വലിയ പേരുകളുണ്ട്. ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. കഴിഞ്ഞ 17 വർഷത്തെ അന്വേഷണം തേട്ടം കൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ. ഇത് ഉഷ്ണമേഖലാ പ്രദേശത്താണ് കാര്യമായിട്ടുണ്ടാകുന്നത്. ഇപ്പം ഈ സാധനമൊക്കെ നിങ്ങൾ കൊണ്ടുപോവുകയും വീട്ടിൽ കൃഷി തുടങ്ങുകയും ഒരു കവറ് വേര് പിടിപ്പിച്ച് ഒരു തണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ശാന്തിഗ്രാം വിലയ്ക്ക് മേടിക്കാം. 100% ഉറപ്പ് പറയുന്നു, ശാന്തിഗ്രാം വിലയ്ക്ക് മേടിക്കാം. അടുത്തത് ഈ കിഴങ്ങ് എന്നാ കിഴങ്ങെന്ന് പറഞ്ഞേ? മുക്കിഴങ്ങ്. ഈ മുക്കിഴങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും, ഈ മുക്കിഴങ്ങ് എൻ്റെ ജീവിതത്തിൽ 71 വയസ്സ് ഞാൻ ജീവിച്ചിട്ടും 5 രാജ്യത്ത് പോയിട്ടും ആമസോൺ മനസ്സിൽ പോയിട്ട് ഈ മുക്കിഴങ്ങ് എനിക്ക് ഇതിൻ്റെ രുചി എനിക്കറിയില്ല. എനിക്ക് ഒരാൾ ഇത് തന്നു. അപ്പോൾ 1.5 കിലോ തൂക്കമുള്ള സാധനം തന്നപ്പോൾ സഹോദരൻ പറഞ്ഞു, സാറേ അതിൻ്റെ സൈഡ് ചുവട് മുറിച്ച് പുഴുങ്ങ, ബാക്കിയുള്ളത് നട്ടും വെക്കാൻ പറഞ്ഞു. എനിക്ക് ആ കൃഷിയോടുള്ള അമിതമായ ആഗ്രഹം കൊണ്ട് അത് മുറിച്ചാൽ അതിൻ്റെ മുളയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടോ ആ മുള വളരാതിരിക്കുമോ ചീഞ്ഞു പോകുന്നുള്ള തോന്നലുകൊണ്ട് ഞാൻ 1 മാസം 2 മാസം അത് സൂക്ഷിച്ചു വെക്കുകയും നടേണ്ട സമയമായപ്പോൾ ഒരു മരത്തടി കൂട്ടിക്കൊണ്ട് നടുകയും ഒരാൾ പൊക്കത്ത് വളർന്നു വരികയും ചെയ്തു. തെറ്റിയ കൊല്ലം പറിക്കാൻ ചെന്നപ്പോൾ ഒന്നെങ്കിൽ എലി തിന്നുപോയി, ഇല്ലെങ്കിൽ അത് പട്ടുപോയി. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇതിൻ്റെ രുചി ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കത് കിട്ടി. മുക്കിഴങ്ങ് ഒന്ന് നടാനും ഒന്ന് പുഴുങ്ങി തിന്നാനും വേണ്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഇതിന് ഇരുമ്പ് തൊടരുത് എന്നൊരു നിയമമുണ്ട്. ഇരുമ്പ് തൊടരുത്. മുക്കിഴങ്ങിനെ സംബന്ധിച്ച ഒരു പേജ് മുഴുവൻ എഴുതാൻ മാത്രമുള്ള ലിറ്ററേച്ചർ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരം കിഴങ്ങുകൾ സൂക്ഷ്മ മൂലകങ്ങളാൽ സമ്പുഷ്ടമായിരിക്കും. ചെമ്പ്, നാഗം, കോപ്പർ, അയണ, സോഡിയം തുടങ്ങിയുള്ള ഇതൊക്കെ സത്യത്തിൽ വംശനാശ ഭീഷണിയിലുള്ള ഇനങ്ങളാണ്. ഇടുക്കി ജില്ലയിൽ ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ടും എനിക്കിത് കാണാനോ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇതൊരു പ്രത്യേക തരം കദളിയാണ്. ഈ കദളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഞങ്ങളുടെ മാർക്കറ്റിൽ ഈ സാധനത്തിന് വില കുറവാണ്. ഇവിടെ ഒരു ആവറേജ് വിലയുണ്ടെന്ന് തോന്നുന്നു. ഇതിന് പഴുത്ത് കഴിഞ്ഞാൽ ഒരു 200 മീറ്ററൊക്കെ ഇതിൻ്റെ സ്മെല്ല് ചെല്ലും. പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാഴ തന്നെ പൊഴിഞ്ഞു വീഴും. മാർക്കറ്റിൽ വില കുറവാണ്. പക്ഷേ ഈ വാഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ്. ഈ വാഴയ്ക്ക് കേട് കുറവാണ്, വളവും കുറവാണ്. ഒരു വളവും കൊടുക്കണ്ട, ചുമ്മാ ഇതങ്ങോട്ടുണ്ടാവും, മനസ്സ് പോലെ ഉണ്ടാവും. നിങ്ങൾക്കറിയാമോ, എൻ്റെ വീട്ടിലൊരു വാഴയുണ്ട്. ആ വാഴ ഞാനൊരു കൂട്ടുകാരനോട് ചോദിച്ചു, ഒരു വാഴ വെച്ചല്ലോ, നീ അവിടെ ചെന്ന് ഒരെണ്ണം പറിച്ചോ. അപ്പം പെരയുടെ ഫുൾ താമസമില്ല വീട്ടിൽ. ആ പെരയുടെ വാച്ചിലപ്പുറത്ത് കിടക്കുക. അപ്പം ആ വീട്ടുനാഥൻ എന്നോട് പറഞ്ഞത് 25 വർഷം പുറകിൽ ഞാൻ കൊണ്ടുപോയി വെച്ച ഒരു വാഴത്തുറുവാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 25 വർഷം പുറകിൽ വെച്ച ഒരു വാഴത്തുറു ഇന്നും ആ വാഴയുണ്ട്. അതേ വാഴയുണ്ട്, അതേ കൊലയുണ്ട്, പുതിയ കുഞ്ഞുങ്ങളുണ്ട്, അങ്ങനെയുള്ള വാഴയുണ്ട്. അപ്പൊ ഈ വാഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളെ ഇത് പറഞ്ഞ് പരിചയപ്പെടാൻ. ഒന്ന്, നിങ്ങൾ കൃഷിയെ സ്നേഹിക്കണം. നിങ്ങളുടെ പട്ടണ ആവശ്യത്തിനുള്ള സാധനം മുൻതൂക്കമായ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടണം. അപ്പൊ ഇതിന്റെ ഒരു വാഴ വിത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് തരണം. ഞാൻ 25 വർഷം 30 വർഷം നിൽക്കുന്ന വാഴയുടെ വിത്ത് ഞാൻ കൊണ്ടുവരാം അടുത്ത പ്രാവശ്യം. ഇതൊരു പ്രത്യേക ഇനമാണ്. ഒരു തരം കദളിയാണ്. അപ്പൊ ഇതിന്റെ മൈനസൊക്കെ പറഞ്ഞു. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം സ്മെല്ല് ചെല്ലും. ഇത് പഴുത്ത് കഴിഞ്ഞാൽ പൊഴിഞ്ഞു വീഴും. മാർക്കറ്റിൽ വില കുറവാണ്. പക്ഷേ ഇത് ഭക്ഷ്യസുരക്ഷ കൈവരിക്കും. ഇത് ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ പഴമാണ്. നമ്മുടെ ഇവിടെ 2-3 ചോട് വാഴയുണ്ട്. ഇത് നെയ്ക്കുമ്പളഞ്ഞ. ഈ നെയ്ക്കുമ്പളഞ്ഞ മനുഷ്യ ശരീരത്തെ കൊഴുപ്പ് മുഴുവനായി വലിച്ചു കളയും. മനുഷ്യ ശരീരത്തെ കൊഴുപ്പ് മുഴുവൻ. ഇതിന് 4 എണ്ണം തൂക്കുമ്പോഴേ 1 കിലോ തൂങ്ങാവുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. 4 എണ്ണം. ഈ 3 എണ്ണം ആയാലും കുഴപ്പമില്ല. അതിലും വലുത് ഈ ഇനത്തിൽ വരത്തില്ല. ഇതിന് അത്ഭുത സിദ്ധിയുണ്ട്. ഞാൻ ആദ്യമേ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ശ്രദ്ധിച്ചോന്നറിയില്ല. വാമൊഴിയാലും വരമൊഴിയാലും തലമുറകൾ കൈമാറിയതും കൃഷിയുടെ നാട്ടറിവ്. നമ്മുടെ അമ്മച്ചിമാര് സ്കൂളിലും കോളേജിലും പോയി പഠിക്കാത്ത അമ്മച്ചിമാര്, അവർക്കറിയാമായിരുന്നു കൊളസ്ട്രോൾ എന്ന വാക്ക് അടുത്ത നാളിലാണ് ഉണ്ടായത്. അതിനു മുമ്പും ഈ കൊളസ്ട്രോൾ ഉണ്ട്. പക്ഷേ ഈ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ മോരുകറി വെക്കുമ്പോൾ, പുളിശ്ശേരി വെക്കുമ്പോൾ ഒരു തരത്തിലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള സാധനം ഈ കുമ്പളഞ്ഞ. കുമ്പളഞ്ഞ പല ഇനമുണ്ട്. അപ്പൊ ഇത് മരുന്ന് കുമ്പളഞ്ഞ എന്നായി പേര് പറയുന്നത്. ഇതിന് കിലോയ്ക്ക് 100 രൂപ വിലയുണ്ട്. ചില സമയത്ത് 200 രൂപ വരെയും വില എത്താറുണ്ട്. എൻ്റെ കയ്യിൽ 1 കിലോ കാച്ചിലിന് 100 രൂപ വിലയുള്ളതുണ്ട്. അത് കഴിച്ചാൽ മനുഷ്യ ശരീരത്തെ pH കൺട്രോൾ ചെയ്യും. അത് ഇറച്ചി കാച്ചിൽ എന്ന് പറയും. അതിൻ്റെ വിത്ത് ഇവിടെ കൊണ്ടുതരാം. അപ്പോഴാ ഇത് രൂപിക്കാം.
ഇത് വളരെ നിസ്സാരം. ഇവിടെ ഇതെന്നാ സാധനം അറിയോ? ഇലിമ്പിക്ക. ഇത് 1.5 വർഷം പഴക്കമുള്ള ഇലിമ്പിക്ക. ഈ അടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ മാസത്തിൽ ഈ സാറ് ഒരു മാസത്തിൽ വന്നായി ഡോക്ടർ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത്. ആ ക്ലാസ് അപ്പം ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ ഇതുപോലെ അതിനകത്ത് ഒരു 20 മിനിറ്റ് ആ യോഗത്തിൽ പ്രസംഗിച്ചു. ഇതിൻ്റെ ഇവിടെ ഇതെല്ലാം ഇപ്പം ഇത് പിന്നെ ഫീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ദിവസം 3 ദിവസം ഒരു ഇലിമ്പിയുടെ ചോദിച്ചത് ഇലിമ്പിക്ക പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് UK എന്നൊരു കോള് വരുന്നു. സെബാസ്റ്റ്യൻ സാർ എവിടെയാ? അപ്പം ഞാൻ പറഞ്ഞു ശാന്തിഗ്രാമിലുണ്ട്. അവിടെ എന്ത് പണിയാ? ഞാൻ ഇലിമ്പിക്ക പറിക്കുക. അപ്പം UK നിന്ന് മാഞ്ചസ്റ്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് 2-3 കിലോ ഇലിമ്പിക്ക പറിച്ച് വെയിലത്തിട്ട് ഉണങ്ങി അത് എത്തിച്ചു തരുന്നത്. നിങ്ങളുടെ ക്ലാസ് ഞാൻ കേട്ടുന്നത്. ഈ സാധനം മലയാളികളായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് ഇതൊക്കെ വളരെ പുച്ഛമാണ്. വളരെ പുച്ഛമെന്ന് വെച്ചാൽ ഇതിനൊരു ഡിമാൻഡ് ഉള്ളതുപോലെ തോന്നിയല്ല. പക്ഷേ മനുഷ്യ ശരീരത്തെ BP കൺട്രോൾ ചെയ്യാൻ ഇതിന് കഴിവുണ്ട്, അത്ഭുത സിദ്ധിയുണ്ട്. ഇത് ഒരു 1.5 വർഷത്തിലും പഴക്കമുള്ള സാധനം ഇത്. അപ്പോൾ ഈ ഇലിമ്പിക്ക എത്ര ചെറുതാണെന്ന് പറഞ്ഞാലും അതിന് വലിയ മാർക്കറ്റുണ്ട്, അതിന് ഡിമാൻഡുണ്ട്. അത് ഉണങ്ങി സൂക്ഷിക്കാം, അച്ചാറിട്ട് സൂക്ഷിക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അത് വെറുതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ശാന്തിഗ്രാം വന്ന് കളക്ട് ചെയ്യുകയും അത് മൂല്യവർദ്ധിത വസ്തുവായിട്ട് മാറ്റുകയും ചെയ്യാം. അപ്പോൾ എന്നിട്ട് അവരത് ഗൂഗിൾ പേയിൽ ഇവിടെ പണം അയച്ചു തരികയും ഞാൻ ഉണങ്ങി വെച്ച സാധനം ഇവിടുന്ന് അത് കൊണ്ടുപോവുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പങ്കേട്ടൻ സാറിനോട് പറഞ്ഞപ്പം പങ്കേട്ടൻ സാർ പറയുന്നത് ഈ ചെടി നട്ടിട്ട് 1 രൂപ പോലും ആ മേടിച്ച ആൾ പറയാ 200 രൂപ പങ്കേട്ടൻ സാറിൻ്റെ കയ്യിൽ ഇതിൻ്റെ വില കണക്കാക്കി അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നത്. പങ്കേട്ടൻ സാറിന് ഒരു അത്ഭുതം തോന്നാം. അപ്പോൾ ഡോക്ടർ പുളിക്കൻ എന്ന് പറയുന്ന ഒരു സാറാണ് ഇതിനെ സംബന്ധിച്ച് ഇതിന് ഇത്രമാത്രം അത്ഭുത സിദ്ധിയുണ്ട് എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ സെഷൻ ഇവിടെ നിർത്തുന്നു. ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഈ വിഷയം അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ അവതരിപ്പിക്കാം. നന്ദി, നമസ്കാരം.